അപ്പോൾ ആരെങ്കിലും ഈ ത്വരീക്കത്തിലേക്ക് വന്നാൽ, ത്വരീക്കത്തിൻ്റെ ദിക്ർ കൊണ്ടിടന്നാൽ, ഇതിൻ്റെ ഷർത്തുകൾ പാലിച്ചാൽ, ഈ ത്വരീക്കത്തിനൊരു ഫിത്രത്തുണ്ട്, ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം കൊണ്ട് അറിയാതെ ആളുകൾ അല്ലല്ലാത്ത മറ്റുള്ളവരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥ ഉണ്ടാവും. അറിയാതെ അവർ അല്ലല്ലാത്തൊരു അസ്തിത്വത്തിനെ കാണാത്ത അവസ്ഥയുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ത്വരീക്കത്തിലെ ആളുകൾക്ക് പ്രത്യേകമായ അദ്കാറുകൾ കൊടുത്തിട്ടുണ്ട്. ഫമൻ ദവാമ അലൈഹ, ആരെങ്കിലും ആ അദ്കാറുകൾ പതിവാക്കിയാൽ, യുശഫഅഹു അല്ലാഹു ഫി ജമീഇ മൻ റആഹു, അവരെ കാണുന്ന ആളുകൾക്കൊക്കെ ഷഫാത്ത് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടാവും. നമ്മൾ ത്വരീക്കത്തിന് ഒരുപാട് ഔറാദുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മഹദി അലൈഹി സ്വലാം വരുമ്പോൾ ഈ ത്വരീക്കത്തിനെല്ലാം അവിടുന്ന് ഒന്നിപ്പിക്കും. എന്നിട്ടത് തിജാനിയത്ത് മാത്രമാണ് സ്ഥാപിക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നെ ഒരു ത്വരീക്കത്തും ഇവിടെ പേരിന് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ പേരിനെങ്കിലും മറ്റു ത്വരീക്കത്തുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ത്വരീക്കത്തുകൾക്ക് ആഹുർ ജമാൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ആളുകളൊന്നും നന്നാവാത്തത്? എത്രയോ നമ്മൾ വയത് പറയുന്നു, ഗ്രന്ഥങ്ങൾ എഴുതുന്നു, സിമ്പോസിയങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു, കോൺഫറൻസുകൾ നടക്കുന്നു, ആളുകളൊക്കെ അല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയുന്നു, മൗലൂദാഘോഷങ്ങൾ നടക്കുന്നു, എല്ലായിടത്തും ജഗപ്പൊക, പള്ളികൾ എല്ലായിടത്തും ഉയരുന്നു, ആളുകൾക്ക് നല്ലത് മോശമെന്ന് അറിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് ആളുകൾ നന്നാവാത്തത്? ആളുകളുടെ ഹൃദയത്തിലേക്ക് എന്തുകൊണ്ട് ഈമാൻ പ്രവേശിക്കാത്തത്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം വ്യഭിചാരം അധികരിക്കുന്നു എന്ന കാരണം കൊണ്ടാണ്. മാത്രമല്ല, വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുട്ടികളും വർദ്ധിക്കുന്നു എന്ന കാരണം കൊണ്ടാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. യാ ഹിമ്മത്തശ് ശൈഖ് ഉദ്രി ലനാ ബിഹാദൽ മഹ്ദരി വൽതഅതി ബിനദറത്തിൻ തഅതി ലനാ ബിൽ ളഫരി. അൽഹംദുലില്ലാഹ്. തിജാനി ത്വരീക്കത്തിലൂടെ അല്ലാതെ പരിപൂർണാർത്ഥത്തിൽ തർബിയത്ത് സാധ്യമല്ല. തിജാനി ത്വരീക്കത്തിൻ്റെ ആഗമനത്തോടു കൂടി തർബിയത്തിൻ്റെ വഴി പരിപൂർണാർത്ഥത്തിൽ അത് തിജാനി ത്വരീക്കത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മറ്റു ത്വരീക്കത്തുകളിലൊക്കെ പരിപൂർണമായ ഫത്ഹ് നമുക്ക് ലഭ്യമല്ല. അപ്പോൾ എന്നാൽ അവർക്ക് ഫത്ഹ് ആവുന്നുണ്ടാവും, ഭാഗികമായ രൂപത്തിലായിരിക്കും. നമ്മൾ തിജാനികൾക്ക് ഉണ്ടാവുന്ന രൂപത്തിലുള്ള പരിപൂർണാർത്ഥത്തിൽ ഉള്ള ഫത്ഹ് അവർക്ക് ഉണ്ടാവില്ല. ഇനി അതുപോലെ തന്നെ ഫമാമിൻ ത്വരീഖത്തിൻ ഇല്ലാ വതദുഖുലു ഫീ ത്വരീഖത്തിഹി, അതുപോലെ തന്നെ ഒരു ത്വരീഖത്തും ഇല്ല മറ്റൊരു തിജാനികളല്ലാതെ മറ്റു ത്വരീഖത്തുകൾ ഒരുപാടുണ്ടല്ലോ. ഈ ത്വരീഖത്തുകളൊന്നും ഇവിടെ ഇല്ല, ഈ തിജാനിയത്തിലേക്ക് പ്രവേശിച്ചിട്ടായിട്ടല്ലാതെ. സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട്, എല്ലാ ത്വരീഖത്തും ഉത്ഭവിക്കുന്നത് ഈ ത്വരീഖത്തിൽ നിന്നാണ്, എല്ലാം ഈ ത്വരീഖത്തിലേക്ക് തന്നെ ചേരുകയും ചെയ്യും. ഇതുപോലെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീഅത്താണ് എല്ലാ ശരീഅത്തിൻ്റെയും അടിത്തറ. ആദം നബി അലൈഹി സ്വലാമും നൂഹ് നബി അലൈഹി സ്വലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഈസാ നബി അലൈഹി സ്വലാമും മൂസാ നബി അലൈഹി സ്വലാമും ഒക്കെ ഇവിടെ എന്ത് ശരീഅത്ത് സ്ഥാപിച്ചോ ആ ശരീഅത്തെല്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ ശരീഅത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ശരീഅത്താണ് എല്ലാത്തിൻ്റെയും തുടക്കം. അതുപോലെ ആ ശരീഅത്ത് തന്നെയാണ് എല്ലാത്തിൻ്റെയും അവസാനവും. എല്ലാ ശരീഅത്തും അതിലേക്ക് ചെന്ന് ചേരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ത്വരീഖത്തും. അവിടുത്തെ ത്വരീഖത്താണ് എല്ലാ ത്വരീഖത്തിൻ്റെയും അടിത്തറ. എല്ലാ ത്വരീഖത്തും അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, അതിൻ്റെ ശാഖകളായി വന്നതാണ്. അവിടുത്തെ ത്വരീഖത്താണ് അസ്ലിയായ ഒറിജിനൽ ത്വരീഖത്ത്. അതിൽ നിന്നാണ് എല്ലാ ത്വരീഖത്തും ശാഖയായി വന്നത്. എല്ലാ ത്വരീഖത്തും അവസാനം പ്രവേശിക്കുന്നതും തിജാനി ത്വരീഖത്തിലേക്ക് തന്നെയാണ്. അത് ഏറ്റവും വെളിവായിക്കാണ് ബഹുമാനപ്പെട്ട ഇമാം മഹദി അലൈഹിസ്സലാം വരുന്ന സമയത്താണ്. മഹദിയെ ഇപ്പോൾ നമുക്കത് വെളിവായി കാണുന്നില്ല. എല്ലാവരും പറയും അവരെ ത്വരീഖത്ത് സെപ്പറേറ്റാണ്. അതേസമയം ബഹുമാനപ്പെട്ട ഇമാം മഹദി അലൈഹിസ്സലാം വരുമ്പോൾ ഈ ത്വരീഖത്തിനെല്ലാം അവിടുന്ന് ഒന്നിപ്പിക്കും. എന്നിട്ടത് തിജാനിയത്ത് മാത്രമാണ് സ്ഥാപിക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നെ ഒരു ത്വരീഖത്തും ഇവിടെ പേരിന് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ പേരിനെങ്കിലും മറ്റു ത്വരീഖത്തുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ത്വരീഖത്തുകൾക്ക് പിന്നെ സ്വന്തമായ അസ്തിത്വമല്ല. യഥാർത്ഥത്തിൽ അതൊക്കെ തിജാനിയത്തിൻ്റെ ഭാഗം തന്നെയാണ്. കമാ ലമിന ലഹു മിൻ ഹദറത്തുൽ മുസ്തഫവയ്യ. ഇത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വെറുതെ പറഞ്ഞതല്ല, അല്ലെങ്കിൽ നമ്മളും ഇത് വെറുതെ പറയുന്നതല്ല. ഇത്
സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ്. അപ്പോൾ ഈ വാഗ്ദാനം സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും വിശ്വസിക്കാം, വെറുതെ കളവ് അറിയില്ലല്ലോ അവിടുന്ന്. ഒമിൻഹും അതുപോലെ തന്നെ ഈ ത്വരീഖത്തിൻ്റെയും അതുപോലെ ഇതിൻ്റെ അനുചരന്മാരുടെയും മുരീദന്മാരുടെയും പ്രത്യേകതയിൽപ്പെട്ടതാണ് അന്ന വലദ സിന ഇൻ തഅല്ലഖു ബിഹി യുഖല്ലിസുഹു മിൻ സഖ്തില്ലാ. സിനയുടെ അതായത് വ്യഭിചാരത്തിൽ നിന്നുണ്ടാവുന്ന കുട്ടി അവർ സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുമായി ബന്ധപ്പെട്ടാൽ യുഖല്ലിസുഹു മിൻ സഖ്തില്ലാ, അവർക്ക് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഈ ആഖിർ ജമാനിൽ നമ്മൾ ചിന്തിക്കാറ്, നമ്മളിത് മുമ്പ് ഒരു സമയത്ത് സംസാരിച്ചാണ്, വിശദീകരിച്ച് സംസാരിക്കല്ല. ആഖിർ ജമാനിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ആളുകളൊന്നും നന്നാവാത്തത്? എത്രയോ നമ്മൾ വായത് പറയുന്നു, ഗ്രന്ഥങ്ങൾ എഴുതുന്നു, സിമ്പോസിയങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു, കോൺഫറൻസുകൾ നടക്കുന്നു, ആളുകളൊക്കെ അല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയുന്നു, മൗലൂദാഘോഷങ്ങൾ നടക്കുന്നു, എല്ലായിടത്തും ജഗപ്പൊക, പള്ളികൾ എല്ലായിടത്തും ഉയരുന്നു, ആളുകൾക്ക് നല്ലത് മോശമൊന്നും അറിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് ആളുകൾ നന്നാവാത്തത്? ആളുകളുടെ ഹൃദയത്തിലേക്ക് എന്തുകൊണ്ട് ഈമാൻ പ്രവേശിക്കാത്തത്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം വ്യഭിചാരം അധികരിക്കുന്നു എന്ന കാരണം കൊണ്ടാണ്. മാത്രമല്ല വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുട്ടികളും വർദ്ധിക്കുന്നു എന്ന കാരണം കൊണ്ടാണ്. ഈ വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുട്ടികളുടെ പ്രത്യേകത, ആ കുട്ടികൾ ആ കുട്ടികളുടെ മക്കളാണെങ്കിൽ പോലും അവർക്കൊക്കെ ആ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ വാപ്പ നല്ല ആളായിരിക്കും, വാപ്പ ശരിക്കുള്ള വാപ്പായിരിക്കും, വലിയാപ്പ ശരിക്കുള്ള വലിയാപ്പായിരിക്കും, വലിയാപ്പൻ്റെ വലിയാപ്പ ചിലപ്പോൾ ശരിക്കുള്ള വലിയാപ്പായിരിക്കും, പക്ഷേ നാലാമത്തെ ആൾ മോശമായിരിക്കും. അതോടുകൂടി ആ മക്കളൊക്കെ പ്രശ്നമാവും. അവരിലേക്ക് നമ്മൾ എത്ര ദാവത്ത് പറഞ്ഞാലും ഈമാൻ അവരുടെ ഉള്ളിലേക്ക് കയറില്ല. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുന്നത്. മഹത്തുക്കളായ ആരിഫീങ്ങൾ പറഞ്ഞത് കാണാം, നിരീശ്വരവാദികളും പുത്തൻവാദികളൊക്കെ മരിക്കണത് ആ അവസ്ഥയിലാണെങ്കിൽ, എല്ലാവരും മരിക്കുന്ന അവസ്ഥയിലാവില്ല, മരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക അവരൊക്കെ ജാരസന്തതികളായി പറഞ്ഞവരായിരിക്കും. അല്ലാഹു ആലം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ നിരീശ്വരവാദികളും ചീത്ത പറയാൻ നിൽക്കേണ്ട, അതുപോലെ എല്ലാ പുത്തൻവാദികളും ചീത്ത പറയാൻ നിൽക്കേണ്ട. ചിലപ്പോൾ അവരൊക്കെ ആ സമയത്ത് താൽക്കാലികമായി അത് ചെന്ന് പെട്ടതായിരിക്കും, പിന്നീട് അവർ തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടാവും. എന്നാൽ അതിലായി മരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ ഇന്ന ആളെന്ന് പറയും വേണ്ട, നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇത് പൊതുവായൊരു കാര്യം പറയാണ്. ഇതാണ് ഇത് സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടെ ജവാഹിർ മാനിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആളുകൾക്കും രക്ഷയുണ്ട്. അവർ ഈ തിജാനി ത്വരീഖത്തിലേക്കും അതുപോലെ കാലഘട്ടത്തിൻ്റെ കുതുബിലേക്കും ഒക്കെ പ്രവേശിക്കുന്നൊരവസ്ഥ വന്നാൽ അവർക്കും ഈ അവസ്ഥയിൽ നിന്ന് അള്ളാഹിൻ്റെ കോപത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും. മാത്രമല്ല അവർക്കൊക്കെ തർബിയത്ത് ലഭ്യമാവും. സാധാരണ ആൾക്കാർക്ക് കിട്ടുന്നത് പോലെ അവർക്കും കിട്ടും, അവരൊക്കെ നന്നാവും. അതുകൊണ്ടാണ് തിജാനി ത്വരീഖത്ത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്ന ത്വരീഖത്തായിട്ടും എല്ലാവരിലേക്കും ഈ പ്രകാശത്തുന്നതായിട്ട് കാണുന്നത്. ഈ ത്വരീഖത്തിന് മാത്രമേ ഇങ്ങനൊരു രക്ഷ ആളുകൾക്ക് കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ജിന്നയുടെ മക്കളായി പിറന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയായിരിക്കും. അവർക്ക് എന്ത് പറഞ്ഞാലും കൊടുത്താലും എന്ത് വായിച്ചു കൊടുത്താലും അവർ രക്ഷപ്പെടുമെന്ന് നമുക്ക് കാണില്ല. പക്ഷേ ഈ ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ അവർക്ക് വിജയം ഉണ്ടാവും, അവർക്ക് അള്ളാഹിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ ഉണ്ടാവും. എത്രത്തോളം രക്ഷ ഉണ്ടാവും? ഇലാ സ്വാബിയോ മിൻ ഔലാദി, അവരുടെ മക്കളിൽ നിന്ന് 7 തലമുറ വരെ രക്ഷ ഉണ്ടാവും. അതായത് ചിലപ്പോൾ അവർക്ക് ഈ അവസ്ഥ ഉണ്ടായത് ചിലപ്പോൾ അവരുടെ വാപ്പമാരായിട്ട് 4ാം തലമുറയിൽ നിന്നോ 5ാം തലമുറയിൽ നിന്നൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനത്തെ ഒരാൾ ഇതിൽ വന്നാൽ പോലും അവരുടെ മക്കളായ 7 തലമുറയിലേക്ക് വരെ ഇതിൻ്റെ പ്രകാശം പകർത്താൻ പറ്റും. അവരൊക്കെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ അത് ഈ ത്വരീഖത്തിൻ്റെ പ്രത്യേകതയിൽ പെട്ടതാണ്. വമിൻഹും, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ത്വരീഖത്തിലേക്ക് ആളുകളെ ആരെയും ക്ഷണിക്കാം. നമ്മൾ പാപികളാണ്, മോശപ്പെട്ടവരാണ്, നിരീശ്വരവാദികളാണെന്നൊക്കെ വിചാരിച്ചിട്ട്, പുത്തൻവാദികളാണ് എന്നൊക്കെ വിചാരിച്ച് ആൾക്കാരെ ശ്രമിക്കാതിരിക്കുന്നു വേണ്ട. എല്ലാവരെയും ക്ഷണിക്കാം. എല്ലാവർക്കും ഇതിൽ തർബിയത്ത് പോസിബിളാണ്. എല്ലാവർക്കും ആത്മീയമായ വെളിച്ചം ഇതിൽ പോസിബിളാണ്. നമ്മൾ ആളുകളെ തരംതിരിക്കേണ്ട ആവശ്യമില്ല. പണ്ഡിതനെന്നോ പാമരനെന്നോ ദോഷം ചെയ്യുന്ന ആളെന്നോ നല്ല അള്ളാഹിനെ അനുസരിക്കുന്ന ആളെന്നോ അതുപോലെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ നല്ല പരമ്പരയുള്ള ആളെന്നോ പരമ്പര ഇല്ലാത്ത ആളെന്നോ ഒരു വേർതിരിവൊന്നും നമ്മൾ കാണിക്കേണ്ട. എല്ലാവർക്കും നമുക്ക് ഈ വഴി തുറന്നു കൊടുക്കാം. കാരണം എല്ലാവർക്കും ഇതിലൂടെ വിജയം സാധ്യമാണ്. വമിൻഹും, അതുപോലെ ഈ ത്വരീഖത്തിൻ്റെയും അതിൻ്റെ മുരീദന്മാരുടെയും പ്രത്യേകതകളിൽപ്പെട്ടതാണ് അന്നമൻ റആഹു യൗമുൽ ജുമുഅ, സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ജുമാൻ്റെ ദിവസം കണ്ടാൽ, ആ യൗമുൽ ഇസ്നൈൻ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം കണ്ടാൽ, ഹറമല്ലാഹു ജസദുഹു അലന്നാർ, സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ വെറുതെ
നമ്മൾ ജുമാൻ്റെ ദിവസമോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസമോ കണ്ടാൽ നമ്മളെ ശരീരം നരകം സ്പർശിക്കുകയില്ല എന്ന് വെറുതെ കണ്ടാൽ മതി. വലോക്കാന കാഫിറൻ, അവർ കാഫിറാണെങ്കിൽ പോലും ആ ആൾക്കാർ കാഫിറായി സ്നേഹത്തോടു കൂടി നോക്കിയാൽ മതി. കാഫിറായ ആൾക്കാർ സ്നേഹത്തോടു കൂടി സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ കണ്ടാൽ അവർ എന്താവില്ല, അവരുടെ ശരീരം നരകം സ്പർശിക്കൂല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ തിങ്കളാഴ്ച ദിവസങ്ങളിലും ജുമാ ദിവസങ്ങളിലൊക്കെ മഹത്തുക്കളായ നമ്മളെ മശായിഖന്മാരെ, സ്വാലിഹീങ്ങളായ നമ്മുടെ ത്വരീഖത്തിൽ അറിയപ്പെട്ട ഇതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരെ സന്ദർശിക്കാനുള്ള ശ്രമമൊക്കെ നമുക്ക് നടത്തണം. കാരണം അവരൊക്കെ ഇങ്ങനത്തെ ഇതിൻ്റെ സിറുള്ളവരായിരിക്കും. ഇത് അമത്തി ജാനത്തങ്ങൾ മാത്രം ഒതുങ്ങുന്നതല്ല, ഇത് മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ആവുന്നുണ്ട്. ആ സിറുള്ളവരാണ്. അതിൻ്റെ ഇജാസത്തുകൾ മശായിഖന്മാർ കൊടുക്കാറുണ്ട്. നിങ്ങളെ കണ്ടവരൊക്കെ സ്വർഗത്തിലാണെന്നുള്ള ഇജാസത്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ ലഭിച്ച ആൾക്കാരും നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ കാണാൻ, ഈ ദിവസങ്ങളിൽ കാണാൻ ശ്രമിച്ചാൽ ആ കാഴ്ച തന്നെ മതി നമ്മളെ നരകത്തിന് രക്ഷപ്പെടുത്താൻ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഹിസിയായ രൂപം കൊണ്ടുള്ള നരകത്തിന് തന്നെ നമ്മൾ സങ്കല്പിക്കേണ്ട. ചിലപ്പോൾ നമ്മൾ തെറ്റിൽ മുഴുകി നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. അതൊരു മാനവീയമായ ഒരു നരകമാണല്ലോ, ഒരു ആന്തരികമായൊരു നരകമാണല്ലോ. ആ നരകത്തിന് രക്ഷപ്പെടാൻ ചിലപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ഈമാനോട് കൂടി സ്നേഹത്തോടു കൂടി കണ്ടാൽ മതിയോ. ഒമൻ റആഹു ഫീ ബഖിയ്യത്തുൽ അയ്യാം ഹറമല്ലാഹു ജസദുഹു അലന്നാരി ഇലാ 11 മർത്തബ. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലാണ് കാണുന്നതെങ്കിലോ, നമ്മളെ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അല്ല, ബാക്കിയുള്ള ദിവസങ്ങളിലാണ് കാണുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അവരെ 11 മർത്തബ നരകത്തിന് രക്ഷപ്പെടുത്തും. ഇപ്പോൾ നരകത്തിന് താഴെയാണെങ്കിൽ അവിടെ താഴ്ന്ന് 11 മർത്തബ പൊക്കിക്കൊണ്ടുവരും, അവർ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് കാണണമെങ്കിൽ. അപ്പോൾ ഷർത്തുൽ ഇസ്ലാം വാദമൽ ബോധം. പക്ഷേ ഇതൊക്കെ 2 കാര്യം ഉണ്ടാവണം. ഇല്ല, ഒരു കാര്യം, ഈ വിഷയത്തിന് 2 കാര്യം ഉണ്ടാവണം. എന്താണ് ഷർത്തുൽ ഇസ്ലാം? അവർ മുസ്ലിം ആയിരിക്കണം. വാദമൽ ബോധ്, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെയും അവിടെ ത്വരീഖത്തിനെയൊക്കെ വെറുക്കുന്ന ഒരവസ്ഥ അവരിൽ നിന്ന് ഒഴിവാകണം. അങ്ങനെ ഉണ്ടാവരുത്. നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവർ വെറുക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുക. ഇങ്ങനെ ജസ്റ്റ് സ്നേഹിച്ചാൽ തന്നെ രക്ഷപ്പെടുന്നു പറയുമ്പോഴത്തേക്ക് സ്നേഹിക്കാൻ മാത്രം ആരും തയ്യാറാവില്ല, ബാക്കിയൊക്കെ ചെയ്യും. ഒമിൻഹും അന്നമൻ റആ അസ്ഹാബുഹു. അതുപോലെ തന്നെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെയും ഈ ത്വരീഖത്തിൻ്റെയും പ്രത്യേകതകളിൽപ്പെട്ടതാണ് അന്നമൻ റആഹു അസ്ഹാബുഹു. അവിടുത്തെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അനുചരന്മാരായ തിജാനികളെ കാണുക. യോമൽ ജുമാറ്റി, ജുമാൻ്റെ ദിവസം, ബിഐനി താദീം, അവരോടുള്ള ബഹുമാനം കൊണ്ട്, ബഹുമാനത്തോടു കൂടി അവരെ കാണുക. അങ്ങനെ കണ്ടാൽ ഹറമല്ലാഹു ജസദുഹു അലന്നാർ, അവരെ ശരീരം നരകം സ്പർശിക്കൂല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഹൈലിലൊക്കെ ഇഖ്വാനികൾ ഒത്തുകൂടുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ തെറ്റിൽ മുഴുകി നിൽക്കുന്ന തെറ്റുകളുടെ നരകത്തിലാണെങ്കിൽ പോലും നമ്മൾ അവരുടെ ജസ്റ്റ് അവിടെ പോയി ഇരിക്കുക, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുക. യഥാർത്ഥ ഇഖ്വാനികളാണെങ്കിൽ, യഥാർത്ഥമായ ഒരു തിജാനിയാണെങ്കിൽ അവരെ കണ്ടാൽ അതിലൂടെ ഈ ആളുകൾക്ക് ആ നരകത്തിന് രക്ഷ ഉണ്ടാവും. ദുനിയാവും തന്നെ രക്ഷ ഉണ്ടാവും, ആഖിറത്തിലെ രക്ഷ എന്തായാലും ഉണ്ടാവും. ഒമിൻഹും, അതുപോലെ തന്നെ ഈ ത്വരീഖത്തിൻ്റെയും ഷെയ്ഖിൻ്റെയും മഹത്വത്തിൽപ്പെട്ടതാണ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റത്തബ ലഹു അദ്കാറൻ ഹാസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ത്വരീഖത്തിലെ ആളുകൾക്ക് പ്രത്യേകമായ അദ്കാറുകൾ കൊടുത്തിട്ടുണ്ട്. ഫമൻ ദവാമ അലൈഹ, ആരെങ്കിലും ആ അദ്കാറുകൾ പതിവാക്കിയാൽ, യുശഫഅഹു അല്ലാഹു ഫി ജമീഇ മൻ റആഹു, അവരെ കാണുന്ന ആളുകൾക്കൊക്കെ ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടാവും. നമ്മൾ ത്വരീഖത്തിന് ഒരുപാട് ഔറാദുകളുണ്ട്. നമ്മൾ ബേസിക്കായ വിർദുൽ ലാസിം, വദീഫ, ഹൈലലാം, അതുപോലെ തർബിയത്തിൻ്റെ ദിക്ർ, ഫത്ഹൊക്കെ എത്തിച്ച ആളുകൾക്കാണെങ്കിൽ മഖ്സദ്, സൂറത്തുൽ ഫാത്തിഹ, സലാത്തുൽ ഫാത്തിഹ, പിന്നെ അതുപോലെ തന്നെ സിർറു സിയാറ പോലത്തെ ഔറാദുകൾ. ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഒരുപാട് ഔറാദുകൾ പല വിഷയങ്ങൾക്ക് ആയിട്ടുണ്ട്. പൊതുവിൽ മറ്റ് മശായിഖന്മാരൊക്കെ കൊണ്ടു നടന്നതും എന്നാൽ മറ്റ് മശായിഖന്മാർക്കും മറ്റ് ത്വരീഖത്തുകൾക്കും ഒന്നുമില്ലാത്തതുമായ എണ്ണമറ്റ ഔറാദുകളും അസ്റാറുകളും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ അസ്ഹാബിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഠിപ്പിച്ചു കൊടുത്തൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഔറാദ് തന്നെ കൊണ്ടുനടക്കാൻ ആർക്കും നമ്മൾക്കൊക്കെ മടിയാണ്. പിന്നെ കുറച്ച് മറ്റു കാര്യങ്ങളും ചെയ്യാൻ തന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല. സമയം ഉണ്ടാകാത്തവരായിരിക്കും പിന്നെ മടിയുള്ളവർ. പിന്നെ ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ സമയമുള്ളവർക്കാണെങ്കിൽ ഒരുപാട് ഹാസായ പ്രത്യേകമായ ഔറാദുകളും അസ്റാറുകളും ത്വരീഖത്തുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പ്രത്യേകിച്ചും നമ്മളത് കൊടുക്കൽ
ഫത്ഹ് എത്തിച്ച ആളുകൾക്കൊക്കെയാണ്. ഫത്ഹ് എത്തിയാത്തവർ അതിങ്ങനെ കൊടുത്തതിൽ മുഴുകിക്കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കളയും പോകുമല്ലോ എന്ന് ഭയന്നിട്ട്. എന്നാൽ ഫത്ഹ് എത്തിച്ച ആളുകൾക്ക് അവർ വെറും ഈ ദിക്റുകൾ മാത്രം ഒതുങ്ങരുത്. അവർക്ക് സമയമുണ്ടെങ്കിൽ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാൻ അവർ ശ്രമിക്കണം. അപ്പോൾ അതിൽ പെട്ടതാണിത്. അതായത് അവർക്ക് പ്രത്യേകമായ ഔറാദുണ്ട്. ആ ഔറാദ് ചൊല്ലിയാൽ അവർക്കൊരു അള്ളാഹു ഒരു പദവി കൊടുക്കും. ആ പദവീൻ്റെ അവസ്ഥ എന്താ? ആരവർ കണ്ടാലും അവരെ മുഴുവൻ ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടാവും. അമിൻഹും അതുപോലെ തന്നെ അതിൽപ്പെട്ടതാണ് ഇദ്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഇസ്മുൽ ആദം അൽ ഖാസു ബിഹി. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മാത്രം പ്രത്യേകപ്പെട്ട ഒരു ഇസ്മുൽ ആദം സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്തത്. അതായത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ഇസ്മുൽ ആദം കൊടുത്തു. എന്നിട്ടോ തഅലീമു കൈഫിയത്തിഹി, എന്നിട്ട് അതിൻ്റെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. തൽഖീന ലഹു, അത് നിങ്ങൾക്ക് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പകർന്നു കൊടുത്തു. വഅദിന ലഹു അൻ തുലഖിനഹു ലികുല്ലി മൻ ദഹറ ലഹു, അവിടത്തേക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ പകർന്നു കൊടുക്കാനുള്ള അധികാരവും നൽകി. ഇതൊക്കെ ഈ ത്വരീഖത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മാത്രം ഉള്ള ഇസ്മുൽ ആദം, എല്ലാവർക്കും ഉള്ള ഇസ്മുൽ ആദമല്ല. ഇസ്മുൽ ആദം ഒരുപാട് തരത്തിലുള്ള ഇസ്മുൽ ആദം ഉണ്ട്, ഒരൊറ്റ ഇസ്മുൽ ആദം മാത്രമല്ല. എന്നാൽ ആ ഇസ്മുൽ ആദത്തിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടൊരു ഇസ്മുൽ ആദം ഉണ്ട്. ആ ഇസ്മുൽ ആദത്തിൻ്റെ ഇജാസത്ത്, അതിൻ്റെ ചെയ്യേണ്ട രൂപങ്ങൾ, അത് എല്ലാം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു കൊടുത്തു. മാത്രമല്ല അത് മറ്റുള്ളവർക്ക് നൽകാനുള്ള അധികാരം കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു കൊടുത്തു. അമിൻഹും അത് ഈ ത്വരീഖത്തിൽപ്പെട്ട പ്രത്യേകതയിൽപ്പെട്ടതാണ് ഇത്തിലാഉഹു അല മിഫ്താഹിൽ ഖുത്ബാനിയ. മിഫ്താഹുൽ ഖുത്ബാനിയ അവിടത്തേക്ക് വെളിവാക്കപ്പെട്ടു എന്നത്. അതായത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മിഫ്താഹുൽ ഖുത്ബാനിയ എന്നൊരു സംഭവമുണ്ട്. മിഫ്താഹുൽ ഖുത്ബാനിയ എന്ന ഖുത്ബാനിയത്തിൻ്റെ താക്കോൽ എന്നാണ്. അപ്പോൾ ഖുത്ബാനിയത്തിൻ്റെ താക്കോൽ എന്ന് പ്രത്യേക ഔറാദുണ്ട്. ഈ ഔറാദ് ആരെങ്കിലും കൊണ്ടുനടന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ ആളുകൾ ഖുത്ബാനിയത്തിലെത്തുന്ന. മറ്റൊരു മഹാന്മാർ പറഞ്ഞു കാണാം, ഖുത്ബാനിയത്തിലെത്തിയ ആൾക്കാരും ഇത് ചെയ്യാത്തതായിട്ടില്ല എന്നും പറഞ്ഞത് കാണാം. അപ്പോൾ അതുപോലെ ഈ മിഫ്താഹുൽ ഖുത്ബാനിയ, അങ്ങനെ ഖുത്ബാനിയത്തിലേക്ക് എത്താനുള്ള താക്കോൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അള്ളാഹു കൊടുത്തത് മാത്രമല്ല, അത് ആർക്കും കൊടുക്കാനും അസമ്മതം കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇതൊന്നും ചിലരൊന്നും നമ്മൾ ശ്രദ്ധിക്കലൊന്നുണ്ടാവില്ല. ഈ മിഫ്താഹുൽ ഖുത്ബാനിയ വലിയ സംഭവമാണ്. ആരെങ്കിലും ഇത് കൊണ്ടുനടന്നാൽ അവർക്ക് ഖുത്ബാനിയത്തിലെത്താൻ സാധിക്കുകയോ അല്ലെങ്കിൽ ഖുത്ബാനിയത്തിൽ നിന്നുള്ളൊരു ഓഹരി അവർക്ക് കിട്ടുകയോ ചെയ്യും. അപ്പോൾ അതൊക്കെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊന്നും മറ്റു ത്വരീഖത്തുകളിലോ ഒരു വലിയനും അള്ളാഹു കൊടുത്തിട്ടില്ല. വമിൻഹും അതിൽ ഈ മഹത്വത്തിൽപ്പെട്ടതാണ് മൻ മഹ്തസ്സ ബിഹി ഹുവ ഫീ സവാബിൽ ഇസ്മുൽ ആദം. അവിടത്തേക്ക് ഇസ്മുൽ ആദമിൻ്റെ ചില സവാബിനെ കൊടുത്തു. ബിമ്മ ലാ യുശമ്മലഹു അഹദുൻ ദാഇഹ, മറ്റു ത്വരീഖത്തിലൊന്നുള്ള ഒരാൾക്കും അതിൻ്റെ ആ സവാബിന്, അതിൻ്റെ പ്രതിഫലത്തിൽ നിന്നൊരു സുഗന്ധം പോലും ആസ്വദിക്കാൻ അള്ളാഹു അവസരം കൊടുത്തിട്ടില്ല. അതായത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്ത ഇസ്മുൽ ആദമിൻ്റെ സവാബ്, അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ സുഗന്ധം പോലും ആസ്വദിക്കാൻ മറ്റു ത്വരീഖത്തെ ആളുകൾക്ക് അള്ളാഹു കൊടുത്തില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഫത്വൊക്കെ ആയതാണ്. അവർ നമ്മുടെ സുബീക്ക് ശേഷമുള്ള ഇസ്മുൽ ആദമിൻ്റെ നിയ്യത്തിലുള്ള സലാത്തുൽ ഫാത്തിഹ, ഇസ്മുൽ ആദമിൻ്റെ നിയ്യത്തിലുള്ള ഫാത്തിഹ, ഇതൊക്കെ നമുക്ക് ഇജാസത്ത് കൊടുത്താണ് അവർക്ക് ഓതാൻ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ ഓതാറുണ്ടോ? ആ 99 സലാത്തുൽ ഫാത്തിഹയും 99 ഫാത്തിഹ ഒക്കെ ഓതുന്നത്, അതിന് സമ്മതമുള്ളവരാണെങ്കിൽ ഓതുന്നത് വേറെ ഏത് ഇബാദത്ത്, വേറെ ഏത് രൂപത്തിൽ നമ്മൾ സലാത്തുൽ ഫാത്തിഹ ഒക്കെ ചെല്ലുന്നതിനേക്കാളും മഹത്വമുള്ളതാണ്. വേറെ ഏത് രൂപത്തിൽ നമ്മൾ സലാത്തുൽ ഫാത്തിഹ ലക്ഷക്കണക്കിന് ചൊല്ലുന്നതിനേക്കാളും പ്രതിഫലമുള്ളതാണ് ആ ഒരൊറ്റ സലാത്തുൽ ഫാത്തിഹ ചെല്ലുന്നത്, ആ ഒരൊറ്റ ഫാത്തിഹ ഓതുന്നത്. അത് നമ്മൾ മുറുകെ പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടക്കാരാവും. കാരണം അതത്രയും മഹത്വമുള്ള കാര്യമാണ്. അപ്പോൾ അതാരും ഒഴിവാക്കരുത്. സുബഹി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. മഖ്സദ് സൂറത്തുൽ ഫാത്തിഹ, മഖ്സദ് സലാത്തുൽ ഫാത്തിഹ, സിർറ സിയാറ, അത് കഴിഞ്ഞ് ഫർദുൽ ആസിം, ഇതല്ലാതെ ഇത് കഴിഞ്ഞിട്ടല്ലാതെ വേറെ പരിപാടിക്കും നിൽക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം അത് നമ്മൾ കൊണ്ടുനടക്കും. അത് തന്നെ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തിജാനികൾ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്.
ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നെ ഓതണം. തിജാനികളോട് പ്രത്യേകം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതാണ്. അതിനൊരുപാട് മഹത്വമുണ്ട്, ഹദീസുകളിലത് വന്നിട്ടുണ്ട്. ഫാത്തിഹ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നെ ഓതൽ നമ്മളെപ്പോഴും വീണ്ടും വീണ്ടും കട്ട് ചെയ്തിട്ടാണ് ഓതൽ. ഇവൻ നമ്മൾ ജാവിയിൽ പോലും ചിലപ്പോൾ നമ്മൾ അറിയാതെ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ തിജാനി തങ്ങൾ നമ്മളോട് പ്രത്യേകം നിർദ്ദേശിച്ചാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതാൻ. അങ്ങനെ തന്നെ ഓതാവും. അതുപോലെ തന്നെ നമ്മൾ ഫാത്തിഹ അത് ഇസ്മുൽ ആദമിൻ്റെ നിയ്യത്തിലുള്ള ഫാത്തിഹ ഓതുന്നവരാണെങ്കിൽ അത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതണം. അത് തന്നെ ഒരു ശ്വാസത്തിൽ ഓതാൻ പറ്റുമെങ്കിൽ അത്രയും ഒരു ശ്വാസത്തിൽ തന്നെ ഓതണം. കിബിലൊക്കെ മുന്നിട്ട് ഓതണം, ഒതുവോട് കൂടിയാവണം. അങ്ങനെ ഒരുപാട് ഷർത്തുകൾ അതിനുണ്ട്. ആ ഷർത്തുകളൊക്കെ പാലിച്ചിട്ട് വേണം ഓതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫാത്തിഹ ഒരൊറ്റ ശ്വാസത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ എന്ന് നമുക്ക് ചൊല്ലാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ മഹത്വമുള്ള കാര്യം. ഒറ്റ ശ്വാസത്തിൽ ഓതൽ. അതാകുമ്പോൾ പറ്റുന്നില്ല, ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ് കട്ട് ചെയ്യാം. പക്ഷേ എന്നാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നെ കണക്ട് ചെയ്ത് ഓതണം. അതിൽ വലിയ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഇസ്മുൽ ആദമിൻ്റെ നിയ്യത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ പ്രതിഫലം മറ്റ് ഔലിയാക്കന്മാർക്കൊന്നും അതിൻ്റെ സുഗന്ധം പോലും ആസ്വദിക്കാൻ അല്ലാഹു അവസരം കൊടുത്തിട്ടില്ല. അത്രയും മഹത്വം നമുക്ക് തന്നിട്ടുണ്ട്. ഒമിൻഹും അതിൽപ്പെട്ടതാണ് ഇഫാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജമീ അസ്ഹാബി മർത്തബത്തിൻ അദീമ. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അസ്ഹാബിങ്ങൾക്ക് അനുചരന്മാർക്ക് വലിയ മർത്തബകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ടെന്ന് അതിൽപ്പെട്ടതാണ്. എന്താണ് മർത്തബ? വഹിയ അന്നല്ലാഹു തഫദ്ദല അലാ കുല്ലി വാഹിദിൻ മിൻഹും ബി70 അൽഫ് മിൻ മലായികത്തി യത്ബഊനഹും. അതായത് തിജാനികൾക്ക് അല്ലാഹു ഒരു ഫضൽ കൊടുത്തിട്ടുണ്ട്. ആ ഫضൽ എന്താണ്? അവരെ പിന്തുടർന്നുകൊണ്ട് 70,000 മലക്കുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. തിജാനികളെ പിന്തുടർന്നുകൊണ്ട് എപ്പോഴും 70,000 മലക്കുകളുണ്ട്. ഒറ്റക്ക് നടക്കാൻ ഒരു യഥാർത്ഥത്തിൽ തിജാനിയാണെങ്കിൽ അവനെ പിന്തുടർന്നുകൊണ്ട് 70,000 മലക്കുകൾ ഉണ്ടാവുന്ന. യദ്കുറൂനല്ലാഹ ബിദിക്രിഹിം, ഇവർ ദിക്റിൽ അനുസരിച്ച് ഈ മലക്കുകളും ദിക്റല്ലോ. കുല്ല മലക്കിൻ ബിലിസാനുഹു ബി അശ്രി അൽസുനിൻ ബഷർ. ഓരോ മലക്കിനും ഓരോ മനുഷ്യൻ്റെ 10 നാവുണ്ടാവും. ഹിദ്മത്തുൽ ലിക്കുല്ലി വാഹിദിൻ മിൻഹും, എപ്പോഴും അവർ ഈ ഒരു മനുഷ്യൻ്റെ ഹിദ്മത്തിലായിരിക്കും. വയക്കുത്തബ് സവാബുഹു മിൻ സഹീഫത്തിൻ കുല്ല വാഹിദിൻ മിൻഹും. ഈ മലക്കുകളുടെ ഈ ചൊല്ലുന്നൊക്കെ ഉണ്ടല്ലോ, ആ ചൊല്ലുന്നതിൻ്റെയൊക്കെ സവാബ് ഇവരുടെ പേരിൽ എഴുതപ്പെടും. അതാണ് ഇതിൻ്റെ വലിയൊരു മഹത്വത്തിൽപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ തിജാനികളോട് മലക്കുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കണം എന്ന് പറയുന്നത്. മലക്കുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പ്രധാനം. ഇപ്പോൾ നമ്മൾ തിജാനികൾക്ക് ഓട് പറയരുത് സിഗരറ്റ് വലിക്കരുത്. പ്രധാനമായും സിഗരറ്റ് വലിക്കൽ തെറ്റായ കാര്യമാണ്. അത് ശരീരത്തിൽ തെറ്റാണെന്നുള്ള അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതിൻ്റെ പുറമെ മറ്റൊരു കാരണം കൂടി ഉണ്ട്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അതിൻ്റെ മണം. അതുപോലെ മലായിക്കത്തുകൾക്ക് ഇഷ്ടമില്ല അതിൻ്റെ മണം. അതുകൊണ്ടാണ് നമ്മൾ സിഗരറ്റ് വലിക്കരുത്. കാരണം 70,000 മലക്കുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മളിങ്ങനെ സിഗരറ്റ് വലിച്ച് നടന്നാലോ ഈ മലക്കുകൾക്ക് ഈ മണം ഇഷ്ടമല്ല, അവർ നമ്മളടുത്ത് മാറിക്കും. അതുപോലെ തന്നെ മലക്കുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഉദാഹരണം അത്തർ പൂശുക, എപ്പോഴും നമ്മളെ ചുറ്റുഭാഗവും സുഗന്ധങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ മലക്കുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മലക്കുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, കാരണം നമ്മളെ കൂടെ എപ്പോഴും മലക്കുകൾ ഉണ്ടാവും. അപ്പോൾ മലക്കളെ അതിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുഴുകാൻ ശ്രമിക്കുക. മലക്കുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് മുഴുകാൻ ശ്രമിക്കുക എന്നത് അതിൽപ്പെട്ടതാണ്. അപ്പോൾ യക്തുബു സവാബു മിൻ സഹീഫത്തി കുല്ലി വാഹിദിൻ മിൻഹും, അവർ ഓരോരുത്തരുടെയും പ്രതിഫലത്തേക്ക് വരി ചൊല്ലിയതിൻ്റെ ഒക്കെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. വമിൻഹും, അതുപോലെ തന്നെ തിജാനികൾക്ക് നൽകപ്പെടുന്ന മഹത്വങ്ങളിൽപ്പെട്ടതാണ് അന്നഹും യഹുദൂന മഊനത്ത ഷെയ്ഹിം, അതായത് അവരെ കൂട്ടപ്പെടും. ഷെയ്ഖിന് അള്ളാഹു കൊടുക്കുന്ന ആത്മീയമായ ഭക്ഷണത്തിൻ്റെ കൂടെ അവർക്കും അള്ളാഹു കൂട്ടും, അവരെയും കൂട്ടും. ബിലാനു ഖുസാനിൻ, അവരിലൊരു കുറവും വരുത്തൂല. ബി ഇഫ്ദാലി അള്ളാഹിൻ്റെ ഫضൽ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഖദീമൻ ഫി ത്വരീഖത്തി ഔ ഹദീസൻ, അവരിഞ്ഞിപ്പോൾ അടുത്ത ത്വരീഖത്തിൽ വന്നവരാണെങ്കിലും പഴയ ആളാണെങ്കിലും, അതുകൊണ്ടല്ല നമ്മൾ പഴയ ആൾക്കാർക്കൊരിതുണ്ട്, ഞാൻ പഴയ ആളാണ്, അങ്ങനെയൊന്നുമില്ല. പഴയ ആൾക്കാർ പുതിയ ആൾക്കാരൊന്നും ത്വരീഖത്തിൻ്റെ മഹത്വത്തിലില്ല. ത്വരീഖത്തിൽ അങ്ങനെ, പക്ഷേ പുതിയ ആൾക്കാർ പഴയ ആൾക്കാരോട് നമ്മൾ നല്ല ഹുസ്നുൽ ഉണ്ടാവണം. അത് വേറെ കാര്യം കേട്ടോ. അതായത് ഇവരൊരുപാട് ഇബാദത്തൊക്കെ ചെയ്ത ആളല്ലേ, ഇവരൊരുപാട് ഈ ത്വരീഖത്തിൻ്റെ അടിസ്ഥാനവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളല്ലേ എന്ന അടിസ്ഥാനത്തിൽ അവരോടൊരു ഹുസ്നുൽ ഉണ്ടാവണം.
പഴയ ആൾക്കാർക്ക് പുതിയ ആൾക്കാരോടും ഒരു സ്നേഹം തന്നെ ഉണ്ടാവണം. എന്താണത്? പുതിയ ആൾക്കാർ പഴയ ആൾക്കാരില്ല ഈ ത്വരീക്കത്തിൽ. ചിലപ്പോൾ പുതിയ ആളായിരിക്കും നമ്മളെക്കാൾ ഏറ്റവും ഉഷാറുള്ള ആൾ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പുതിയ ആൾക്കാർ ആവട്ടെ പഴയ ആൾക്കാരാവട്ടെ അവർക്കൊക്കെ ഈ ഫദ്ല് കിട്ടും. ആലിമൻ ഔ ഷരീഫൻ, അവർ തങ്ങളാണെങ്കിലും ആലിമാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും ഒക്കെ അവർക്ക് ഈ പ്രതിഫലം കിട്ടും. ത്വായിയൻ ഐൻ ഔ ഐറുഹു, അവർ അള്ളാഹനെ അനുസരിക്കുന്ന ആളാണെങ്കിലും അനുസരിക്കാത്ത ആളാണെങ്കിലും ഒക്കെ ഈ പ്രതിഫലം കിട്ടും. വസ്തവി മർത്തബത്തു അസ്ഹാബിഹി ഫി മഖാമിഹി ഹുവ, അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് നൽകപ്പെട്ട മർത്തബയിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിനോട് അവർ ഈക്വലായി കഴിഞ്ഞാൽ സുമ്മ യഫീദു അലൈഹ മഊനത്തിന് ഇഹ്ദാഅൻ ലഹും, പിന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഹദിയായിട്ട് പിന്നെ അവർക്ക് നൽകപ്പെടും. ആത്മീയമായ ഭക്ഷണം അവർക്ക് നൽകപ്പെടും. എന്തുകൊണ്ടാണ്? ഹുവത്തം ബൈനഹും ബൈന ലിസോഹബത്തി നബവിയ്യത്തി, അതായത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും അനുചരന്മാർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിലുള്ള സുഹബത്തിൻ്റെ കാരണം കൊണ്ടാണ് അത് നൽകപ്പെടുക. സുമ്മ യുഫീദു അലൈഹിം മറാത്തിബ ദവാത്തിയും, അതിനുശേഷം അവർക്ക് പിന്നെയും മർത്തബ നൽകപ്പെടും. എന്താണത്? മർത്തബ ദവാത്തിയും, അവരുടെ സ്വന്തം കാരണം കൊണ്ടുള്ള മർത്തബ. മറാത്തിബ് സിഫാത്തിയും, അവരുടെ വിശേഷണം കൊണ്ടുള്ള മർത്തബ. ഇജ്തിഹാദിയും, അവരുടെ ആത്മീയമായ പരിശീലനങ്ങൾ കൊണ്ടുള്ള മർത്തബ. നിയ്യാത്തിഹിം, അവരുടെ നിയ്യത്തിൻ്റെ മഹത്വം കൊണ്ടുള്ള മർത്തബ. മഹബത്തിയും, അവരുടെ മഹബത്തിൻ്റെ ഊക്ക് കൊണ്ടുള്ള മർത്തബ. അപ്പോൾ ആദ്യം അവർക്ക് അവരുടെ ശേഖനെ കൊണ്ടുള്ള മഹത്വം കിട്ടും. പിന്നെ അവർക്ക് അള്ളാഹു വെറുതെ കുറച്ച് സമ്മാനമായി വേറെ മഹത്വം കൊടുക്കും. അതിന് പുറമെ പിന്നെ അവരുടെ ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ 2 മൂന്നാമത്തത് പിന്നെ അവർ എത്രത്തോളം ഇതിൽ പരിശ്രമിക്കുന്നുണ്ട്, എത്രത്തോളം അവരുടെ നിയ്യത്ത് ശുദ്ധമാണ്, എത്രത്തോളം മഹബത്ത് അവർ വെക്കുന്നുണ്ട്, എത്രത്തോളം അവരുടെ നല്ല സ്വഭാവത്തിന് ഉടമകളാണ്, അതിനനുസരിച്ച് അവർക്ക് വീണ്ടും മർത്തബകളുണ്ടാവും. ഇതൊക്കെ തിജാനികൾക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്വത്തിൽപ്പെട്ടതാണ്. മിൻഹും, തിജാനികൾക്കുള്ള മഹത്വത്തിൽപ്പെട്ടതാണ് അന്നല്ലാഹു അസ്സ വജൽ ഉലാഹു യതജല്ല ഫീ കുല്ലി വാഹിദി മിൻ കുല്ലി നഫ്സി മിൻ അൻഫാസില്ലത്തി അദദുഹു 24 അൽഫ സന നഫ്സീൻ. ഓരോ തിജാനികളുടെ ഓരോ ശ്വാസത്തിലും 24,000 ശ്വാസം, 24,000 മടങ്ങ് 24,000 ശ്വാസത്തിൻ്റെ അവസ്ഥയിൽ അള്ളാഹു താല അവർക്ക് മുമ്പിൽ വെളിവാവുന്നുള്ളത്. ആരിഫീങ്ങളായ തിജാനികൾക്ക് ഇത് മനസ്സിലാവും. ആ ഒരു അർത്ഥത്തിൽ കാമിലീങ്ങളായ ആരിഫീങ്ങളാണെങ്കിൽ ഇത് മനസ്സിലാവും. അവർക്ക് 24,000 രൂപത്തിലുള്ള തജല്ലി അവർക്ക് മുമ്പിൽ വെളിവാക്കപ്പെടും. 12 12 ഹാബിതത്തും, 12 എണ്ണം ഉള്ളോട്ടും 12 പുറത്തും. 12,000 ഉണ്ടാവും എന്ന് പറഞ്ഞില്ല, 12,000 12 ഉള്ളോട്ടും 12 പുറത്തോട്ടും ശ്വാസം എടുക്കുന്നതനുസരിച്ച്. മിക്കുല്ലി യൗമിൻ കദാ കദാ മിൻ തജല്ലിയാത്തി മാ ലാ യഅലമു ഇല്ലല്ലാഹു ഇഖ്തിലാഫുൽ മദാഹിർ. ഓരോ ദിവസവും ഇങ്ങനെ കിട്ടും ഈ തജല്ലികൾ. പക്ഷേ ഈ തജല്ലികളുടെ പ്രത്യേകത എന്താ? മുമ്പുള്ളതുപോലെ ആയിരിക്കില്ല പിന്നീടുള്ളത്, എല്ലാം വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും, ആർക്കും മനസ്സിലാവില്ല. ഫയൽബിസു ഫീ കുല്ലി തജല്ലിൻ കദാ കദാ മിനൽ അഹ്കാമിൻ സആദത്തിൻ ബി ഖുർബി. അള്ളാഹുവിനോടുള്ള സാമീപ്യത്തിൻ്റെ തീരുമാനങ്ങളും വിധികൾക്കും അനുസരിച്ച് ആയിരിക്കും അള്ളാഹു അവരെ ഈ ഒരു തജല്ലിയിൽ നിന്ന് വസ്ത്രം അണിയിപ്പിക്കപ്പെടുക. അപ്പോൾ ഓരോ തജല്ലിയിലും അവർക്ക് വസ്ത്രം അണിയിപ്പിക്കപ്പെടും അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ നിന്നുള്ള വിജയം കൊണ്ട്. യുഅ്തീഹി അല്ലാഹു ഫീ കുല്ലി ഹുക്മിൻ മിസ്ല മാ അഅ്താലി ഖലായിഖിൻ മിൻ യൗമിൽ ഖലഖഹും ഇലാ വഖ്തി സിയാദത്തി 600,000 ളഅഫിൻ. അതുപോലെ തന്നെ ഈ ഓരോ വസ്ത്രമണിയിപ്പിക്കലിലും അവർക്ക് സൃഷ്ടിൻ്റെ തുടക്കം മുതൽ അവരുടെ കാലം വരെയുള്ള അള്ളാഹു സൃഷ്ടികൾക്ക് മൊത്തം കൊടുത്തതിൻ്റെ 60,000 മടങ്ങ് അല്ല 6 ലക്ഷം മടങ്ങ് അവർക്ക് നൽകപ്പെടും. ഫൈന ജല്ലവല, കാരണം അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് യഹ്തസു ബി റഹ്മതി മയ്യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ റഹ്മത്ത് കൊണ്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് തിരഞ്ഞെടുത്തവരെ അള്ളാഹ് എന്ത് കൊടുക്കാമല്ലോ, അങ്ങനെ കൊടുക്കുന്നതാണത്. അങ്ങനെ പ്രത്യേകക്കാരായ തിജാനികൾക്ക്, ആരിഫീങ്ങളായ കാമിലീങ്ങളായ തിജാനികൾക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്വമാണിത്. അവർക്ക് അവരെ അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അവർക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്തത്ര മാരിഫത്തിൻ്റെയും അള്ളാഹുവിൻ്റെ തജല്ലി വെളിവാകുന്ന അവസ്ഥകളും അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫയുബീത്ത് കുല്ല വാഹിദി മിൻഹും ബി സലാസ മഊനത്തി മിൻ കുല്ലി യൗമിൻ. ഇപ്പോൾ നേരത്തെ രൂപത്തിൽ 3 രൂപത്തിലുള്ളൊരു അള്ളാഹു അവരെ അവർക്ക് ആത്മീയമായ ഭക്ഷണം നൽകുമെന്ന് പറഞ്ഞല്ലോ.
ഇതൊക്കെ ഈ 3 രൂപത്തിലുള്ള അവസ്ഥയുമായിട്ടാണ് അവർ ഉറങ്ങുക. എന്നാൽ ഉറക്കത്തിൽ എന്താ സംഭവിക്കുക? ബഹുവ കൗലു റളിയല്ലാഹു അൻഹു, ഉറക്കത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഇത് പകലിനെ പറ്റിയാണ് പറഞ്ഞത്. പകലിൽ അവർ ഇങ്ങനെയൊക്കെ അവർക്ക് നൽകപ്പെടുന്നു. എന്നാൽ ഉറക്കത്തിൽ എന്താ സംഭവിക്കുക? കുല്ലമൻ അമില ലില്ലാഹി അമലൻ തഖബ്ബല മിൻഹു യുതീനല്ലാഹു യോനിലി അസ്ഹാബിഹി മിസ്ല ദാലിക്കൽ അമൽ വസിയാദത 600 അൽഫ ദഅഫൻ. അതായത് കുല്ലമൻ അമില ലില്ലാഹി അമലൻ, ആരൊക്കെ അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്തോ, തുഖബ്ബിൽ മിൻഹു, അവർ ആ അമൽ അള്ളാഹു സ്വീകരിച്ചോ, യൂത്തീൻ അള്ളാഹു നൽകും, യാനിലി അസ്ഹാബി, എൻ്റെ അനുചരന്മാർക്ക്, എൻ്റെ ശിഷ്യന്മാർക്ക്, മിസ്ല ദാലിക്കൽ അമൽ, ആ അമലിനോളം വസിയാദത 600 അൽഫിൻ, അതിൻ്റെ 6 ലക്ഷം മടങ്ങ് നഹ്നു റുക്കൂദ്, നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയിൽ. അതായത് യഥാർത്ഥത്തിലൊരു തിജാനിയാണ്, അവൻ ഉറങ്ങുകയാണ് എങ്കിൽ ആ ഉറക്കത്തിൽ അള്ളാഹു അവന് കൊടുക്കുന്ന മഹത്വമാണ് പറഞ്ഞത്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകളും അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തൊക്കെ അമൽ ചെയ്തിട്ടുണ്ടോ ആ അമലുകളൊക്കെ ഏതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ആ സ്വീകരിച്ച അമലുകളൊക്കെ 6 ലക്ഷം മടങ്ങാക്കിയാൽ എത്ര ഉണ്ടാവും? അതിൻ്റെ പ്രതിഫലം ഈ ഉറക്കത്തിൽ തിജാനികൾക്ക് അള്ളാഹു കൊടുക്കും, വെറുതെ ഉറങ്ങിയാൽ. ഒമിൻഹും, അതുപോലെ തന്നെ ഈ ത്വരീഖത്തിൻ്റെ തിജാനികളുടെ മഹത്വത്തിൽപ്പെട്ടതാണ് അന്നല്ലാഹു അഫാദൽ ഇസ്മുൽ ആദം, പിന്നെ ജമീ തറാഖീബിഹി അല അദദി കസീറ മിൻ അസ്ഹാബി ഐറ മുഖയ്യിദിൻ ബി ഉലൂഫി മുഅല്ലഫ. അതായത് ഇതിൻ്റെ തിജാനികൾക്ക് അള്ളാഹു അന്നല്ലാഹു അഫാദ ഇസ്മുൽ ആദം ബി ജമീ തറാഖീബി അല അദദി കസീറ മിൻ അസ്ഹാബി. അതായത് തിജാനികളിൽ നിന്ന് ഒരുപാട് പേർക്ക്, 1-2 പേർക്കല്ല, തിജാനികളിൽ നിന്ന് ഒരുപാട് പേർക്ക് ഇസ്മുൽ ആദമിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, ഇസ്മുൽ ആദമിന് ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലുള്ള ഇസ്മുൽ ആദമുണ്ട്. ഇസ്മുൽ ആദമിന് വ്യത്യസ്ത രൂപങ്ങളും പിന്നെ മശായിഖുമാർ പഠിപ്പിക്കുന്നുണ്ട്. ആ രൂപങ്ങളെല്ലാം എന്തൊക്കെ ഇസ്മുൽ ആദത്തിൻ്റെ രൂപങ്ങളുണ്ട്, ആ ഇസ്മുൽ ആദമിൻ്റെ രൂപങ്ങളൊക്കെ തിജാനികളിൽ നിന്ന് ഒരു വലിയ വിഭാഗത്തിന് അള്ളാഹു കൊടുത്തു. എങ്ങനെ കൊടുത്തു? ഒരു ലിമിറ്റും ഇല്ലാതെ കൊടുത്തു. അതായത് ഇതൊക്കെ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ഇസ്മുല്ലാദം, ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള ഇസ്മുല്ലാദം ആർക്കെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് രഹസ്യമായിട്ട് കൊടുക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവൽ. എന്നാൽ തിജാനികൾക്ക് അള്ളാഹു കൊടുത്തത് എങ്ങനെയാണ്? ഒരുപാട് തിജാനികൾക്ക് അതിൻ്റെ ഇസ്മുല്ലാദമിൻ്റെ ഏതൊക്കെ രൂപങ്ങളുണ്ടോ ആ രൂപങ്ങൾ മുഴുവൻ കൊടുത്തു. ലിഅന്നഹും സ്വാലിഹൂന ലഹു, കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കപ്പെട്ടത്? ലിഅന്നഹും സ്വാലിഹൂന ലഹു, അവർ അതിന് അർഹരാണ്, തിജാനികൾ അതിന് അർഹരാണ്. ലിഅന്നഹു ലാ യദ്കുറു ലി അർദിൻ, കാരണം അവരത് ചെല്ലുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഇസ്മുല്ലാദമിൻ്റെ പ്രത്യേകത എന്താ? ഇസ്മുല്ലാദം കൊണ്ട് എന്ത് ചോദിച്ചാലും അത് ഉത്തരം നൽകും. പക്ഷേ ഇസ്മുല്ലാദം ലഭിച്ച ആളുടെ പ്രത്യേകത എന്താ? അവന് അതുകൊണ്ട് അള്ളാഹനല്ലാതെ വേറെ ആരും ചോദിക്കുകയില്ല. ഇതാണ് എൻ്റെ രീതി. അപ്പം തിജാനികൾക്ക് ആർക്കാണ് അപ്പോൾ ഇസ്മുല്ലാദം നൽകപ്പെടുക? അല്ലല്ലാത്ത ഒരു ചോദ്യം ചോദിക്കാത്ത ആളുകൾക്കാണ് അപ്പോൾ ഇസ്മുല്ലാദം നൽകപ്പെടുക. അപ്പോൾ തിജാനികൾക്ക് എന്തുകൊണ്ട് എല്ലാ തലത്തിലുള്ള ഇസ്മുല്ലാദും കൊടുക്കപ്പെടുന്നു? കാരണം അവരെ സമയത്തോളം അവർ വേറൊരു ആഗ്രഹവും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് വേറെ ലക്ഷ്യമില്ല, ദുനിയാവോ ആഖിറോ ഒന്നുമില്ല. ഇത് യഥാർത്ഥ തിജാനികളെ പറ്റി പറയുന്ന കേട്ടോ. നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മൾ അങ്ങനത്തെ ആൾപ്പെടുന്നുണ്ടോ? ദുനിയാവിലോ ആഖിറത്തിലോ അവർക്കൊരു ആഗ്രഹവും ഉണ്ടാവില്ല. അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ ഇസ്മുല്ലാദും അവർ കൊണ്ടെടുക്കുന്ന അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും, വേറെ ഒന്നും ഒരു ഉദ്ദേശം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നഹു ലാ യുസ്ലിഹു യാ ആയിഷത ലി അഹ്ലി ദുനിയ വൽ ആഖിറ, ഒരു ഹദീസ് ഉണ്ട്, ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രിയ പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ബഹുമാനപ്പെട്ട സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ബീവിൻ്റെ അടുത്തേക്ക് ഒരു ഉമ്മയും 2 മക്കളും വരികയാണ്, എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആയിഷ ബീവി ഒരു കാരക്ക എടുത്ത് കൊടുക്കും. അപ്പോൾ ഈ ഉമ്മ എന്ത് ചെയ്യും? ആ കാരക്ക 2 ചികളായിട്ട് കീറിയിട്ട് മക്കൾക്കായി 2 പേർക്കുമായിട്ട് വീതിച്ച് കൊടുക്കും. ഉമ്മ ഒന്നും കഴിക്കൂല. അപ്പം ആ ഒരു ഹദീസിൻ്റെ അവസാനം പറയുന്ന ഇന്നഹു ലാ യുസ്ലിഹു യാ ആയിഷ ലി അഹ്ലി ദുനിയ വൽ ആഖിറ, ഇതൊക്കെ ഈ ആളുണ്ടല്ലോ, ഇങ്ങനെയുള്ള റഹ്മത്ത്, ഇങ്ങനെയുള്ള ഒരു സ്വഭാവം, ഇത് ദുനിയാവിൻ്റെ ആഖിറത്തിലോ ഒന്നും യോജിക്കുന്നതല്ല. ദുനിയാവ് ആഖിറോ ഒന്നും മതിയാവില്ല അതിന്. ഉമ്മമാരുടെ ഈ സ്വഭാവം എന്തുകൊണ്ട്? അവർ ദുനിയാവ് ആഖിറോ പ്രതീക്ഷിച്ചിട്ടല്ല മക്കൾക്ക് ഇങ്ങനെയൊന്നും കൊടുക്കുന്നത്. അവർ ദുനിയാവിലൊന്നും ആഗ്രഹിച്ചിട്ടല്ല മക്കൾക്ക് ഇതൊന്നും കൊടുക്കുന്നത്. നമുക്ക് അള്ളാഹുവിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചവർക്ക് അമൽ ചെയ്യുന്നതിന് ഉമ്മമാരെ ഈ പ്രവൃത്തി നോക്കിയാൽ മതി. അവർ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് എന്തല്ല, അവർ എന്തെങ്കിലും ദുനിയാവിൽ ആഗ്രഹിച്ചുകൊണ്ടോ ആഖിറത്തിൽ ആഗ്രഹിച്ചുകൊണ്ടോ അല്ല. അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാം ചില ആളുകൾക്ക്, എന്നാൽ പൊതുവിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടല്ല.
അപ്പോൾ ഉമ്മ പട്ടിണി കിടന്നിട്ട് പോലും മക്കൾക്ക് 2 കാരക്കൻ്റെ ചികൾ കൊടുത്തത് ആ ഒരു പ്രവർത്തനം ദുനിയാവോ ആഖിറോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ദുനിയാവോ ആഖിറത്തിലോ ഒന്നും അതിനെ യോജിക്കുന്നൊരവസ്ഥ കാണാൻ പറ്റില്ല എന്നാണ് സ്വാസങ്ങൾ പറഞ്ഞത്. അതുപോലെയാണ് ഇസ്മുൽ ആദമിൻ്റെ അവസ്ഥയും. ഇസ്മുൽ ആദമൻ തേടുന്ന ഒരാൾക്ക്, ഇസ്മുൽ ആദം കൊണ്ടെടുക്കുന്ന ആൾക്ക് പിന്നെ ദുനിയാവോ ആഖിറോ അതിനെക്കൊണ്ട് തേട്ടമുണ്ടാകാൻ പാടില്ല, വേറെ അള്ളാഹു മാത്രം. മാ കില്ലത്ത് ഈ ഫിതമിനിൽ അവൽ. എന്നാൽ ആദ്യകാലങ്ങളിൽ ഈ ഇസ്മുൽ ആദം ആളുകൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ തിജാനികൾക്ക് ഉള്ളിൽ അത് വ്യാപകമായി പ്രചരിച്ച ഒന്നായി, എല്ലാവർക്കും അറിയുന്ന, എല്ലാവർക്കും തന്നെ എല്ലാ തിജാനികൾക്കും നല്ല ഒരു വലിയ കൂട്ടം ആളുകൾക്ക് അറിയുന്ന ഒരു സംഭവമായി മാറി ഇസ്മുൽ ആദം. ആദ്യകാലത്ത് അത് വളരെ കുറഞ്ഞ ആളുകളിൽ മാത്രമേ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബൽഹത്ത കുനു കൻജുൽ മുതൽസം അല്ലദി ഇഹ്തസ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദി ഹുവ മഖാമുഹു അഫാദു അലാ സാഹിബി ത്വരീഖത്തി. അതുപോലെ തന്നെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ ഒരു കൻജുൽ മുതൽസം എന്നൊരു മഖാമുണ്ട്. ആ മഖാമും സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്തു. അംറുഹു ബിഇഫ്ശാഇഹി വ തൽഖീനിഹി കുല്ലി മൻ ദഹറ ലഹു. എന്നിട്ട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഇത് വെളിവാക്കാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കൽപ്പന നൽകി. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ കൻജുൽ മുതൽസം എന്ന മഖാമിനെ കൊടുത്തു എന്ന് മാത്രമല്ല, ആ കൊടുത്ത മഖാമിനെ മറ്റുള്ളവരിലേക്ക് പബ്ലിക്കാക്കാനും പ്രചരിപ്പിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പറഞ്ഞു. ഫഫശാ ഫി ത്വരീഖത്തി മാ ഫുഖദാനി ദിക്രിഹി ഫി സദ്രിൽ അവൽ. അങ്ങനെ ഈ മക്കാമ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ അവിടത്തേക്ക് മാത്രം പ്രത്യേകപ്പെട്ട മക്കാമ് ഈ ത്വരീഖത്തിൻ്റെ ആളുകളിൽ ധാരാളമായി പ്രചരിച്ചു. പക്ഷേ തുടക്കകാലത്ത് ഇതിനെപ്പറ്റിയുള്ള പറച്ചിൽ തന്നെ കുറവായിരുന്നു. ഇങ്ങനെ സംഭവത്തിനെക്കുറിച്ചുള്ള പറച്ചിൽ തന്നെ ആദ്യകാലത്ത് വലിയ ആരിഫ്യങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാവും, ഏതെങ്കിലും 1-2 ആൾക്കാരിൽ. എന്നാൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അനുചരന്മാരിൽ ഇത് പ്രചരിക്കാൻ തുടങ്ങി. വലോ ഇന്ദ അംബിയ വൻ മലായിക്കത്തിന് അമ്പിയാക്കൾക്ക് വരെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് വളരെ വിരളമായിട്ട് ചുരുക്കമായിട്ട് അറിയുള്ളൂ. ആ ഒരു കാര്യമാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അനുചരന്മാരിൽ ഇത്ര പ്രചരിച്ചത്. ലിഅന്നഹു മിൻ ഹസായിസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾപ്പെട്ടതാണ്. വമിൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതനാ ബിഹി വബിഹിം ആയത്തുഹു. ഈ ത്വരീഖത്തിനും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കൊക്കെ ഉള്ള പ്രത്യേകതയിൽപ്പെട്ടതാണ് ഇതിൻ്റെ അഹലുകാരെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര പ്രത്യേകമായി കെയർ ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു എന്നുള്ള വിഷയം. അതായത് ഒരു ഉമ്മ മക്കളെ കെയർ ചെയ്യില്ല, അതുപോലെ പ്രത്യേകമായി കെയർ ചെയ്യുന്നു എന്നുള്ളത് ഇത് ത്വരീഖത്തിലുള്ള പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഫൈനഹു യസ്അലു അൻഹു മിൻ കുല്ലി വലീഫത്തിൻ തറൈബൻ ഫി ദിബ്ഹ്. അത് ഓരോ വലീഫക്കും സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന, ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ എന്താ വരാത്തതെന്ന് ആളുകളോട് ചോദിക്കുക, എന്താ ആൾ വരാത്തത് എന്ന് ചോദിക്കുന്ന, എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു ഗുണം മഹത്വം നഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ട്, വലീഫക്ക് പങ്കെടുത്താലുണ്ടാവുന്ന മഹത്വം ഒരാൾക്ക് നഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ട് അവരോട് ചോദിക്കുന്ന, എന്താണ് അവർ വരാത്തത്. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജമാഅത്ത് നിർബന്ധമല്ല, പുരുഷന്മാർക്ക് നിർബന്ധമാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ഈ ജമാഅത്തിൽ വരാത്ത എന്തുകൊണ്ടാണെന്ന് അവർ അവകാശങ്ങൾ അന്വേഷിക്കും. സ്ത്രീകൾക്ക് ആ പ്രതിഫലം കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് അവർക്ക് ഒഴിവുണ്ടെങ്കിൽ, തിരക്കൊന്നുമില്ല എങ്കിൽ അവർ അതിൻ്റെ ഏറ്റവും നല്ല സമയത്ത് തന്നെ ഏറ്റവും നല്ല അദബ് ചെയ്താൽ പുരുഷന്മാർക്ക് ഇത് കിട്ടുന്ന പ്രതിഫലം അവർക്കും കിട്ടും. അപ്പോൾ അവരും ആ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവരെക്കുറിച്ചും റസൂലുള്ളാഹിങ്ങൾ ചോദിക്കും, എന്ത് പറ്റി, അവൾക്ക് എന്ത് പറ്റി, എന്താ അവൾ ഇത് വരാതിരുന്നത്, എന്താ അത് ആ സമയത്ത് അവൾ ചെയ്യാതിരുന്നതെന്ന് ചോദിക്കും. വമിൻഹു, അത് ഇങ്ങനെ നോക്കി റസൂലുള്ളാഹിങ്ങൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുക. സഹാബാക്കൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. സഹാബാക്കൾ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിസ്കരിക്കാൻ വന്നപ്പോൾ ഒരു ഹദീസിലൊക്കെ കണ്ടില്ലേ, ഒരു സഹാബി നിസ്കരിക്കാൻ വരാതായി, റസൂലുള്ളാഹിങ്ങൾ അന്വേഷിച്ച് തന്നു എന്താ സഹാബിക്ക് പറ്റിയത്. അതേപോലെ അത് സഹാബാക്കളോടുള്ള റസൂലുള്ളാഹിങ്ങളെ ഭയങ്കരമായ സ്നേഹത്തിൻ്റെ മുകളിലുള്ള ഒരു കെയറാണ്. ഈ കെയർ തിജാനികൾക്കും നൽകപ്പെടും എന്നാണ് അതിൻ്റെ ഒരു മഹത്വം. വമിൻഹും, അതുപോലെ തന്നെ തിജാനികൾക്ക് ലഭിക്കുന്ന മഹത്വത്തിൽപ്പെട്ടതാണ് അന്നഹും യജ്ലിസൂന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൂസൻ ഹിസ്സിയൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൂടെ ഇരിക്കുമെന്നത് എങ്ങനെയുള്ള ശാരീരികമായി തന്നെയുള്ള ഇരുത്തം, വെറുതെ ആത്മീയമായ ഇരുത്തം മാത്രമല്ല, അവരെ നമ്മൾ കൂടെ വന്നിരിക്കും. റസൂലുള്ളാഹിങ്ങൾ നിർബന്ധമായി അവിടെ വന്നിരിക്കുമെന്നത് അവർക്കുള്ള കൊടുക്കുന്ന വലിയ മഹത്വം. അതിനേക്കാൾ വലിയ മഹത്വം എന്താ ഒരു തിജാനിക്ക് കിട്ടാൻ? അവരെ കൂടെ റസൂലുള്ളാഹിങ്ങൾ വന്നിരിക്കുന്നുള്ളതിനേക്കാളും. മിൻ സാബിയ മിനൽ ജൗഹറത്തി ഇലാ യുംഫരിഅ
എപ്പോഴാണ് ഇരിക്കപ്പെടുക? ജൗഹറത്തുൽ കമാൽ 7 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ, ആ തുടങ്ങിയ മുതൽ കഴിഞ്ഞ ഉടനെ മുതൽ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ വന്നിരിക്കും. ഇലാ അൻ യുഫ്ര, അത് കഴിയുന്നത് വരെ അവിടെ ഇരിക്കും. അതിപ്പോൾ ഒരാൾ രാത്രി ഇങ്ങനെ കുറേ ജൗഹറത്തുൽ കമാൽ ചെല്ലുകയാണ്, 7 കഴിഞ്ഞ് 12 11 111 അങ്ങനെയൊക്കെ, 111 അതിൻ്റെ വലിയ എണ്ണമാണ്. അങ്ങനെയൊക്കെ എണ്ണം ചൊല്ലാൻ പറ്റിയാൽ ആ സമയത്ത് മുഴുവൻ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടെ ഇരിക്കുന്നതാണ്. പല ആൾക്കാർക്കും സംശയം, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണണം, സ്വപ്നത്തിൽ കാണണം, അത് കാണണം, ഇത് കാണണം. നമ്മളോട് തിജാനികൾക്ക് വാഗ്ദാനം ചെയ്തത് എന്താ? സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൂടെ ഇരിക്കുന്നതാണ് 100%. ഇതൊക്കെ നമ്മൾ പതിവാക്കി നോക്കിയേ, നമ്മൾക്ക് ആ സാമീപ്യം ഉണ്ടാവുകയും നമ്മൾ സ്വപ്നത്തിലും ഉണർച്ചയിലും ഒക്കെ നമ്മളിത് കാണുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. അതിൻ്റെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ തജല്ലി, നമുക്കാകെ ആ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപം മാത്രം അറിയാം. രൂപം മാത്രമല്ല, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എല്ലാ രൂപങ്ങളും എടുക്കാൻ പറ്റും. അവിടുത്തെ തജല്ലി നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ഒരു ചെറിയ രൂപത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു ശരീരത്തിൻ്റെ രൂപത്തിൽ മാത്രമല്ല, വ്യത്യസ്ത ശരീരത്തിൽ വ്യത്യസ്ത രൂപങ്ങളിലായിട്ട് നമുക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്താൽ മതി? ജൗഹറത്തുൽ കമാൽ 7 എണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ അവിടുത്തെ നമ്മൾ അതിൻ്റെ അതബോട് കൂടിയാണ് ജൗഹറത്തുൽ കമാലിനോട് ഭയങ്കര അതബ് പാലിക്കണം എന്ന് പറയുന്നത്. ജൗഹറത്തുൽ കമാലൊക്കെ നമ്മൾ അതബോട് കൂടി ചെല്ലുന്നുണ്ട്. നമുക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാമീപ്യം വേണം. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ അടുത്ത് ഇരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടൂലേ? സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൂടെ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ തോന്നുകയാണ്. ഇങ്ങനെ തോന്നുമല്ലോ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, ഈ സംഭവം 100% നിങ്ങൾക്ക് അനുഭവപ്പെടും. ജൗഹറത്തുൽ കമാൽ 7 എണ്ണം കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഇങ്ങനെ ജൗഹറത്തുൽ കമാൽ ഈ ഒരു അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ സംസാരിക്കാൻ അടുത്തിങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ ജൗഹറത്തുൽ കമാൽ ചൊല്ലി നോക്കിയേ, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അടുത്തിരിക്കണമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ഇത് ചെയ്തവർക്ക് അറിയാൻ പറ്റും അങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ ആ ഒരു ഫീലിംഗ് വേറെ ഒന്നിനും നൽകാൻ പറ്റൂല. ഒരു നമ്മളെ കൂടെ ഉണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിക്കാം. സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകും. ഉത്തരം നൽകാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. വിശ്വാസങ്ങൾ അങ്ങനെ ചൊല്ലി നമ്മൾ എണീറ്റാൽ ആ സാമീപ്യം കിട്ടിയ ആ പ്രകാശം മതി നമുക്ക് ദുനിയാവാഹറും കിട്ടാൻ. അല്ലെങ്കിൽ ദുനിയാവാഹറത്തിലെ എല്ലാത്തിനെയും വലുത് ആ പ്രകാശം. അപ്പോൾ അതിങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് തിജാനികൾക്ക് അള്ളാഹു നൽകിയ വലിയ പദവിയിൽപ്പെട്ടതാണ്. വലോ സാഇറ ഉംരിഹി മാ ഫാറഖ, ഇനി ജീവിതം മുഴുവൻ അത് തുറന്നാലും സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എണീക്കൂല. നമ്മളിതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു ജീവിതം മുഴുവൻ, എന്നാലും സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അത് നമ്മൾ എണീക്കൂല, അവിടെ നിന്ന് നമ്മുടെ അടുത്ത് നിന്ന് എണീക്കൂല. ഇതിനൊക്കെ നമ്മളോട് ചില കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഇത് അനുഭവിക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ അതിന് യോജിക്കുന്ന ചില കാര്യങ്ങളിൽ മുഴുകണം. എങ്ങനെ? നമ്മളിപ്പോൾ ഒരാൾ ജൗഹറത്തുൽ കമാൽ ഇങ്ങനെ ചൊല്ലുകയാണ്, ഔറാദൊന്നും ചൊല്ലുന്നില്ല. ഓനെന്ത് ജൗഹറത്തുൽ കമാൽ? ഔറാദ് നല്ല രൂപത്തിൽ കൊണ്ടെടുക്കുന്നവന്, 5 വക്ത് നിസ്കാരം കറക്റ്റ് സമയത്ത് കൊണ്ടെടുക്കുന്നവന്, പ്രത്യേകിച്ച് പുരുഷന്മാരാണ് ജമാഅത്തായി നിസ്കരിക്കുന്നവന്, സ്ത്രീകളാണ് അതിൻ്റെ അവ്വൽ വക്ത് നിസ്കരിക്കുന്ന ആൾക്കാർക്ക്, ഔറാദുകൾ കറക്റ്റ് കൊണ്ടെടുക്കുന്ന ആൾക്കാർ, ഇഖ്വാനിങ്ങളോടൊന്നും വിദ്വേഷമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക്, മറ്റുള്ളവരൊന്നും മോശത്തിലേക്കും ഒന്നും നോക്കുന്നില്ല. ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ത്വരീഖത്തിൽ ചെയ്യാനും അധികമൊന്നുമില്ല, ഒഴിവാക്കേണ്ടതേ ഉള്ളൂ. കുറച്ചൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ബാക്കി ചെയ്യാൻ കുറേ ഒന്നുമില്ല. എന്താ ഇപ്പോൾ ചെയ്യാനുള്ള? 5 വക്ത് നിസ്കാരം എന്തായാലും നിസ്കരിക്കണ്ടേ? അത് അവ്വൽ വക്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക സ്ത്രീകളാണെങ്കിലും. പുരുഷന്മാരാണെങ്കിൽ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക, പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അത് നമ്മൾ എന്തായാലും നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അത് പിന്നെ എല്ലെങ്കിലും നിസ്കരിക്കണമല്ലോ. അപ്പോൾ അത് ചെയ്യുക. ഔറാദ് അതിൻ്റെ കറക്റ്റ് സമയത്ത്, രാവിലത്തെ സുബഹിക്ക് ശേഷം തന്നെ, വൈകുന്നേരത്തെ അസറിന് ശേഷം തന്നെ, മഗ്‌രിബിന് ശേഷം ജമാഅത്തെ വദീഫ ചെല്ലുക, എത്ര ചെയ്താൽ മതി. പിന്നെ വേറൊരു തിജാനികളോടും വെറുപ്പുണ്ടായിരുന്നു. മറ്റുള്ളവർ ന്യൂനതകളിലേക്ക് നോക്കരുത്. മറ്റുള്ളവരെ പറ്റി മോശം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. വേറെ എന്തും നമ്മൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് സലാത്തിൽ ദിക്റിൽ നമ്മൾ ഇതിലേക്ക് നോക്കുകയാണ്, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, മറ്റ് ഇഖ്വാനികളോട് നമുക്കൊരു വെറുപ്പുണ്ടായിരുന്നു. അവരുടെ ന്യൂനതകളിലേക്ക് നമ്മൾ നോക്കരുത്. അവരെ കുറവ് നമ്മൾ കണ്ടുപിടിക്കാൻ നടക്കരുത്. അവരെ പറ്റി മോശം വേറെ ആളോട് പറയരുത്. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇത്ര ഉണ്ടോ? ഇത് വലിയ പണിയുള്ള പരിപാടിയൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ജൗഹറത്തുൽ കമാലൊക്കെ ഈ രൂപത്തിലും ചൊല്ലിയൊക്കെ നിങ്ങൾക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാമീപ്യം അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോളർ പിടിക്കാം. ഇതെല്ലാ മശായിഖുമാരും പറഞ്ഞ കാര്യമാണ്. 100% അനുഭവിക്കാൻ പറ്റും. വമിൻഹും, അത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിജാനികൾക്ക് കൊടുത്ത പ്രത്യേകതകൾപ്പെട്ടതാണ്. അക്രമുക്കുമുല്ലാഹു ബിസബഇൽ മസാനി, അവർക്ക് സബൽ മസാനി കൊണ്ട് 7 ആയത്തുകൾ കൊണ്ട് മഹത്വം നൽകിയെന്നുള്ളത്. ഫാത്തിഹൻ്റെ ആയത്തുകളാണ് ഉദ്ദേശം എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫാത്തിഹ കൊണ്ട് മഹത്വപ്പെടുത്തി. നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് ഫാത്തിഹ കൊണ്ടെടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ മക്സദൊക്കെ
ഫതഹ് എത്തിച്ച ആൾക്കാർക്ക് മഖ്സദ് ചൊല്ലുന്നത്, എല്ലാ നിസ്കാരത്തിൻ്റെ കൂടെ എല്ലാ ഔറാദിൻ്റെയും തുടക്കത്തിൽ നമ്മൾ ഫാത്തിഹ ചെല്ലുന്നത്, എപ്പോഴും നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഫാത്തിഹ സലാത്തുൽ ഫാത്തിഹ ചെല്ലുന്നത്, ഫാത്തിഹൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലുണ്ട്, സലാത്തുൽ ഫാത്തിഹിൻ്റെ താക്കോലുള്ളതുപോലെ തന്നെ. അപ്പോൾ സലാത്തുൽ ഫാത്തിഹിൻ്റെ താക്കോലുകൾ ലാഹിറും ബാത്തിനുമായ താക്കോലുകൾ നൽകപ്പെട്ടതുപോലെ തന്നെ ഫാത്തിഹിൻ്റെയും എല്ലാ ആത്മീയമായ രഹസ്യങ്ങളും തിജാനികൾക്ക് അള്ളാഹു ഒളിവാക്കി കൊടുത്തിട്ടുണ്ട്. ഓതി ഫിഹ മാലായ ദുക്ർ വലാ തസ്മഉൽ അസ്മാൻ വൽ അംഖാൻ. അത് എങ്ങനെ നൽകിയെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി വിവരിക്കാൻ സമയമോ സ്ഥലമോ ഒന്നും പര്യാപ്തമാവില്ല, അത്രത്തോളം തിജാനികൾക്ക് അള്ളാഹു നൽകി. വമിൻഹും, അതുപോലത്തെ തിജാനികൾക്ക് നൽകിയ പ്രത്യേകതയിൽപ്പെട്ടതാണ് അന്ന കുല്ലമൻ അഹബ്ബഹും, ഏതെങ്കിലും തിജാനിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ, ഔ ഹദമഹും, പിന്നെ ഒരു തിജാനിനെ സ്നേഹിച്ചാൽ, നല്ലൊരു തിജാനിനെ സ്നേഹിച്ചാൽ തന്നെ മതി. അങ്ങനെ അഹബ്ബഹും, അവർ സ്നേഹിച്ചു, ഔ ഹദമഹും, അവർക്ക് ഹിദ്മത്ത് ചെയ്തു, എന്തെങ്കിലും അവർക്ക് ഹിദ്മത്ത് ചെയ്തു, പിന്നെ അവരെ ശാരീരികമായി അവർക്ക് എന്തെങ്കിലും ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്നതാവാം, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ സാമ്പത്തികമായ ഹിദ്മത്ത് ചെയ്യുന്നതാണ്, എന്തെങ്കിലും ഒരു ഹിദ്മത്ത് നമ്മൾ ചെയ്തു അവർക്ക്. ഔ സാഹറഹും, അല്ലെങ്കിൽ അവരുമായിട്ട് വിവാഹബന്ധത്തിലേർപ്പെട്ടു, ഔ അക്കലമാഹും, അവരുമായി ഭക്ഷണം കഴിച്ചാൽ. ഇപ്പോൾ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുമായി ബന്ധപ്പെട്ടൊരു ഹദീസുണ്ട്, ആരെങ്കിലും അള്ളാഹു പുറത്തു കൊടുത്തവരുടെ കൂടെ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസുണ്ട്, പുറത്തു കൊടുത്തവരെ പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളത്. ഇത് രണ്ടും ഹദീസുണ്ട്. ഇതിൽ ഞാനിത് ഷെഹുലായി തങ്ങൾ നാട്ടിൽ നിന്ന് കേട്ടതാട്ടോ. അവരൊരാളിനോട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതാണ്, അവിടുത്തെ ഷെയ്ഖിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ എന്നോട് പറഞ്ഞ, അങ്ങനെ ഈ രണ്ട് ഹദീസും ഉണ്ട്. അതായത് അള്ളാഹു പുറത്തു കൊടുത്തവരെ കൂടെ ഭക്ഷണം കഴിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളൊരു ഹദീസ്, അള്ളാഹു പുറത്തു കൊടുക്കുന്നവരെ പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നുള്ള ഹദീസ്. ഈ രണ്ട് ഹദീസിൽ ഏറ്റവും സഹിയായ ഹദീസ് ഏതാ അറിയോ? അള്ളാഹു പുറത്തു കൊടുത്തവരുടെ കൂടെ ഭക്ഷണം കഴിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണ് നിസ്കരിക്കുന്നതിനേക്കാൾ മുമ്പ് അള്ളാഹു ഇതിൻ്റെ വിഷയത്തിൽ സഹിയായി വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ കൂടെ ഭക്ഷണം കഴിക്കുന്ന അത്രയും പ്രധാനപ്പെട്ട, അങ്ങനെ വെറും ഭക്ഷണം മാത്രമാവുകയും ചെയ്തിട്ട്, അതല്ല ഞാൻ പറഞ്ഞു, വെറും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം അവരെ കൂടെ നടക്കുക, വദീഫല്ല, ദിക്റില്ല, നിസ്കാരമില്ല, 5 വക്ത് നിസ്കാരം, ജമാഅത്തില്ല, അതൊന്നുമില്ല, ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം നടക്കുക, അങ്ങനെയല്ല. നമ്മൾ ഇതൊക്കെ കൊണ്ടുനടക്കുന്നവർ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് കൂടുന്നത്, അവർ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ അതുകൊണ്ടുള്ള ഫലം ഉണ്ടാവും. അപ്പോൾ അവരെ കൂടെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അത്രയും മഹത്വമുള്ള കാര്യമാണ്. ഓ ഖദാലഹുമുൽ ഹാജ, അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നിറവേറ്റി കൊടുക്കുക നമുക്ക് പറ്റുമെങ്കിൽ. വഅത്തിനാബി അംരിഹിം, അവരെന്തെങ്കിലും ഒരു കാര്യത്തെ അവരോട് എന്ത് ചെയ്യാം, അവരുടെ കാര്യങ്ങൾക്കൊക്കെ അവരോടൊരു കെയർ ഉണ്ടാവും, ശ്രദ്ധിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അമ്രി ത്വരീഖത്തിഹിം, അതുപോലെ അവരുടെ ത്വരീഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. യുദ്ഖലുല്ലാഹു ജന്നത ബിലാ ഹിസാബിൻ വലാ ഇഖാബ്, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, അവർ തിജാനി അല്ലെങ്കിൽ പോലും യുദ്ഖലുല്ലാഹുൽ ജന്നത ബിലാ ഹിസാബിൻ വലാ ഇഖാബ്, ഒരു ചോദ്യവും ഇല്ലാതെ, ഒരു പനിഷ്മെൻറ്റും ഇല്ലാതെ അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇങ്ങനത്തെ ആൾക്കാർ മിൻ ജുംറത്ത് ജമാഅത്തുൽ ഊല ദുഖൂൽ, എങ്ങനെ പ്രവേശിപ്പിക്കും? ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ കൂട്ടത്തെ തന്നെ പ്രവേശിപ്പിക്കും. ഇവരെ തിജാനി തന്നെ ആവണമെന്നില്ലാന്ന്. അവർക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, അവരെ കൂടെ അവരെ ഹിദ്മത്തിലേക്ക് കഴിയുക, അവരെ സ്നേഹിക്കുക, അവരെ ഒരു കല്യാണ ബന്ധത്തിൽ ഏർപ്പെടുക, അവരെ ഭക്ഷണം കൂടുക, അവരെ കഴിക്കുക, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക, അവരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ അവരെ ത്വരീഖത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും സഹായിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തവർക്കൊക്കെ ഒരു ഹിസാബും ഇല്ലാതെ, പനിഷ്മെൻറ്റും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും. എങ്ങനെ പ്രവേശിപ്പിക്കണം? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ജമാഅത്തിൻ്റെ കൂടെ. ഒമിൻഹും അന്നല്ലാഹു അക്രമു ഇത്തിബാ ഷെയ്ഖ് മിൻ ആലമിദ്ദുർ, അതിൽപ്പെട്ടാണ് ഈ ത്വരീഖത്തിൻ്റെ ചില ആളുകൾക്ക് ഈ ത്വരീഖത്തിലുള്ള ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്വത്തിൽപ്പെട്ടതാണ് ഇത്തിബാ ഷെയ്ഖ് മിൻ ആലമിദ്ദുർ. ആലമുദ്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലമുൽ അർവാഹാണ്. ആലമുൽ അർവാഹിൽ അവർക്ക് ഒരു ഷെയ്ഖുണ്ട്. അലസ്തു ബിറബ്ബിക്കും എന്ന് അള്ളാഹു ചോദിച്ചത് ആ ഒരു സ്പീക്കറിലൂടെയാണ്. ഒരു സ്പീക്കർ ഉണ്ടാവല്ലോ, സംസാരിക്കുമ്പോൾ ഒരു സ്പീക്കർ, ആ സ്പീക്കറിലൂടെ അല്ല വേറെ ആൾക്കാർ കേൾക്കുക. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു മൈക്ക് ഉപയോഗിച്ചിട്ട് ഇത് മാധ്യമത്തിലൂടെ അല്ല നിങ്ങൾക്ക് അവിടെ കേൾക്കുന്നത്. എന്നാൽ ഞാനാണല്ലോ സംസാരിക്കുന്നത്, പക്ഷേ കേൾക്കുന്ന വേറെ രൂപത്തിലല്ലേ, വേറെ ആളിലൂടെ അല്ലേ, വേറെ വസ്തുവിലൂടെ അല്ലേ. അതുപോലെ അള്ളാഹു ഉപയോഗിച്ച ഒരു സ്പീക്കറുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങൾ റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു ഉപയോഗിച്ചൊരു സ്പീക്കറുണ്ട്. അത് ഷെയ്ഖിൻ്റെ സ്പീക്കറാണ്. ആ സ്പീക്കർ ആ ആലമുൽ അർവാഹിലുണ്ട് ഉണ്ടായിരുന്നത്. ആ ഒരാളെ കൊണ്ട് അള്ളാഹു ഈ ത്വരീഖത്തിൻ്റെ പ്രത്യേക ചില ആൾക്കാരെ ബഹുമാനിച്ചു. ആളെ പിന്തുടരുന്നതുകൊണ്ട് ഖലീഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളെ പ്രത്യേകത എന്താണ്? ആളെ പിന്തുടരാനുള്ള ഒരവസ്ഥ അള്ളാഹു ഈ ത്വരീഖത്തുള്ള ആളുകാർക്ക് കൊടുത്തു. എല്ലാവർക്കും അല്ല, ഇതിലുള്ള ആൾക്കാർക്ക്, കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു.
അവരുടെ പ്രത്യേകത എന്താ? ഖലീഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആലമ ദർരി, ഈ ആലമിൽ അർവാഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായ പൂർണ്ണനായ ഖലീഫയാണ് അവർ. വഹുവ നായിബുൻ അൻഹു മിൻ കുല്ലി ഹുക്മിൻ ഹുക്മ മിൻ ഇംദാദി വൽ ഇംഫാദ്. അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നായിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മന്ത്രിന്നോ, അതായത് റസൂലുള്ളാഹി എന്ത് കാര്യം നിർവഹിക്കുന്നു അവരിലൂടെ ആയിരിക്കും. അങ്ങനത്തെ ഒരാൾ. എങ്ങനത്തെ എല്ലാ മിൻ ഇംദാദ്, എല്ലാ മദതിൻ്റെ വിഷയത്തിലും റസൂലുള്ളാഹി എങ്ങനെ ആർക്കാർക്ക് മദത് സഹായം നൽകുന്നുണ്ടെങ്കിലും അത് ഇദ്ദേഹത്തിലൂടെ ആയിരിക്കും സഹായിക്കാം. വൽ ഇംഫാദ്, എന്ത് കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് നടപ്പിൽ വരുത്തുന്നുണ്ടെങ്കിലും അത് ഇദ്ദേഹത്തിലൂടെ ആയിരിക്കും നടപ്പിൽ വരുത്തുക. അങ്ങനത്തെ ഒരു ഷെയ്ഖ്. അവരെ ഫോളോ ചെയ്യാൻ ചില ആളുകൾക്ക് അള്ളാഹു, ഈ ത്വരീഖത്തിലെ ചില ആളുകൾക്ക് അള്ളാഹു അവസരം നൽകും. ഫലം തുക്മൽ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹദിൻ, ഈ ഒരാൾക്കും ഔലിയാക്കന്മാരിലോ സാലിഹ്യങ്ങളിൽപ്പെട്ട ഒരാൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തിനെ രൂപത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയൂല. വലാ ഉലൂമുഹു, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റൂല. വല അഖ്ലാഖുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വഭാവത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റില്ല. മീൻ ജമീൽ അക്കാബർ, അവരെത്ര വലിയവരാണെങ്കിൽ തരും അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. എല്ലാ ഫീഹി റളിയല്ലാഹു അൻഹു, ആ ഒരാൾക്കല്ലാതെ ആ ഒരാൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും ഈ പരിപൂർണ്ണ അർത്ഥത്തിൽ. അങ്ങനെ ഒരാളുണ്ട്. വഹുവ റജുലുഹാ മിൻ കാഫിൽ ഖുയൂമിയ്യത്തി ഇലാ കാഫിൽ ഖുയൂമിയ്യ. അവർ ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം, കാഫ് മുതൽ കാഫ് വരെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഉള്ള മുഴുവൻ ആളുകളുടെയും നേതാവാണ്. അവർ എല്ലാം അവരിലൂടെയാണ് സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒരാൾ മാന, അങ്ങനത്തെ അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? മാന, അതിൻ്റെ അർത്ഥം എന്താ? റജുലുൻ അദം, ഒരു ഇല്ലായ്മൻ്റെ ആളാണ്. ഇല്ലായ്മൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ അവരൊരർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാം? അവരില്ലാത്തതാണെന്ന് പറയാം. ഒരർത്ഥത്തിൽ അവരെ ഉള്ളൂ എന്നും പറയാം. അങ്ങനത്തെ ഒരാൾ അദമിൻ്റെ ആളാണ്, എല്ലാത്തിനും ഇല്ലാണ്ടാക്കുന്ന ഒരാളാണ്. കാരണം പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹു ഏകനായ സൃഷ്ടി ഏകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സൃഷ്ടി ഏകനാവുമ്പോൾ പിന്നെ ഈ ആ സമയവും സ്ഥലവും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അവർ സൃഷ്ടിക്കപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരർത്ഥത്തിൽ മറ്റു സൃഷ്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വേറെ സൃഷ്ടിപ്പൊന്നും നടന്നിട്ടില്ല എന്ന് വരണം. അപ്പോൾ അതാണ് അദമെന്ന് ഉദ്ദേശിക്കുന്നത്. വറജുലു ദുനിയ ബർസഖുല്ലാഹിറ, പിന്നെ അദ്ദേഹമാണ് ഒരു ആൾ എങ്ങനത്തെ ഈ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഒക്കെ ബർസഖായിട്ടുള്ള ഒരാൾ. അതായത് ബർസഖുൻ ലാ യബ്ഗിയാൻ എന്ന് പറഞ്ഞ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ബർസഖ്, ഒരു പിന്നെ ഡിഫറൻഷ്യേറ്റിംഗ് പോയിൻറ്റ്, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന ഒരാൾ. അങ്ങനത്തെ ഒരാൾ ഈ ത്വരീഖത്തിലുണ്ട്. ആ ഒരാളെ പിന്തുടരാൻ ചില ആളുകൾക്ക് അള്ളാഹു ഇതിന് ഫضل കൊടുക്കും എന്നതാണ് ഇതിൻ്റെ ഒരു മഹത്വത്തിൽപ്പെട്ടത്. വലം യുഅ്താലി അഹദിൻ മിനൽ ഔലിയാഇ അൻ യശ്ഫഅ ബിഹി ഫി ജമീ അസ്ഹാബി ഇല്ലാഹു റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കല്ലാതെ ഈ ഔലിയാക്കന്മാരിൽ നിന്ന് ആർക്കും അവരുടെ മുഴുവൻ അനുചരന്മാരെയും അവരുടെ മുഴുവൻ മുരീദന്മാരെയും ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം കിട്ടിയിട്ടില്ല. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കാണ് അവിടുത്തെ ശിഷ്യന്മാരെ മുഴുവൻ ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരമുള്ളത്. വേറെ ആർക്കും അധികാരം കിട്ടിയിട്ടില്ല. വലോ ബലഊ ഫിൽ മആസി മാ ബലഊ, അവർ എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി, തിജാനികൾ എത്ര വലിയ തെറ്റുകാരാണെങ്കിലും അവർ ആ തിജാനിയത്തിൻ്റെ അഹദിനെ, ആ ഒരു ഉടമ്പടീനെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ മുഴുവൻ എന്തടിസ്ഥാനത്തിലും എന്തർത്ഥത്തിലും ഷഫാഅത്ത് ചെയ്യാൻ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. മാലം യൽബസു ഹുല്ലാത്തുൽ അമാന മിൻ മക്രില്ല, ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താവണം? അവർ അള്ളാഹിൻ്റെ മക്രിനെ സൂക്ഷിക്കുന്നവരായിരിക്കണം. അത് എനിക്കെന്തും ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ ചെയ്യുന്നവരാവരുത്. ഞാനിപ്പോൾ തിജാനിയാണ്, എനിക്കെന്തും ചെയ്യാം എന്ന് അവർ വിചാരിക്കാൻ പാടില്ല. അല്ലാതെ അവർ തിജാനികളായി നിൽക്കുന്നുണ്ട്, അവർ പിന്നെ ഔറാദുകളൊക്കെ കൊണ്ടെടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, എന്നാൽ അവർക്കൊക്കെ അറിയാതെ അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ എത്ര വലിയ തെറ്റ് ചെയ്താലും അതൊക്കെ ആ തെറ്റ് ചെയ്തുകൊണ്ടൊക്കെ അവരെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാവില്ല. അവരെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഷഫാഅത്ത് ചെയ്യും. ഫഹുവ ഐനുൽ കുഫർ, കാരണം ഈ അള്ളാഹിൻ്റെ മക്രിനെ സൂക്ഷിക്കാതിരിക്കുക എന്ന് പറയുന്നത് കുഫറിൻ്റെ അടയാളം. അതായത് ഒരു തിജാനി ഇപ്പോൾ പറയാണ്, എനിക്ക് എന്തും തോന്നിയപ്പോൾ, ഞാൻ തിജാനിയാണ്, എനിക്ക് എന്തും തോന്നിയ പോലെ ചെയ്യാമെന്ന് ഒരാൾ വിചാരിച്ചാൽ അവന് ശരിക്കും കുഫർ അതിൻ്റെ ഉള്ളിൽ വന്നു എന്നതിൻ്റെ അർത്ഥം. പിന്നെ കാഫിറോ അവന് എന്ത് തിജാനിയാണ്, അവനറിയാതെ കുഫറിലേക്ക് എത്തിപ്പോവും.
വലമേൽബസു വാഹിദു മിൻഹു. അതുകൊണ്ട് യഥാർത്ഥ തിജാനികൾക്ക് ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇത് ഈ മക്കറിനെ സൂക്ഷിക്കാതിരിക്കുന്നൊരവസ്ഥ യഥാർത്ഥ തിജാനികൾക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവന് പേരിനൊരു തിജാനി മാത്രമായിരിക്കും. ലിയാന്നഹും അമൂമുന മിൻ സൽബ്, കാരണം അവർ ഈമാൻ നഷ്ടപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അതായത് ഈ യഥാർത്ഥ തിജാനികളാണെങ്കിൽ അവർ ഈമാൻ നഷ്ടപ്പെടില്ല. നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, തിജാനികൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, ഒറ്റ കാര്യമില്ല, 3 കാര്യം. നിസ്കാരം കറക്റ്റ് നിർവഹിക്കുക, ഔറാദും വദീഫയൊക്കെ കറക്റ്റ് അതിൻ്റെ ഷർത്തുകൾ ഉപയോഗിച്ച് കൊണ്ടെടുക്കുക, മറ്റ് തിജാനികളോ ഇഖ്വാനികളോടായിട്ടൊന്നും ഒരു പ്രയാസമില്ലാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്തോ അവരെപ്പോഴും എന്ത് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അവർക്ക് ഈമാൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അവരെപ്പോഴും ആത്മീയമായ ഉയർച്ചയിലായിരിക്കും. അവരോടുള്ള അവരുടെ മഹത്വം ആർക്കും നേടിയെടുക്കാൻ പറ്റില്ല. എന്നാൽ ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ഷോർട്ടാവുക. ചിലപ്പോൾ ഒരുപാട് ദിക്റുകളുണ്ടാവും, ഖുർആൻ ഓതുന്നുണ്ട്, ഒക്കെ സംഭവം ഉണ്ടാവും. ഔറാദ് ചിലപ്പോൾ തെറ്റിച്ച് കളയും. നിസ്കാരം അതിൻ്റെ കറക്റ്റ് നിർവഹിക്കൂല, നിർവഹിച്ചാൽ തന്നെ ജമാഅത്തെ കൊണ്ടടക്കൂല, അതിൻ്റെ അവധി വക്ത് നിസ്കരിക്കൂല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ മറ്റ് ഇഖ്വാനികൾ കുറ്റം കണ്ടുപിടിക്കൽ ഇങ്ങനെ ചെയ്തു, ഇതന്നെ പരിപാടി. ബാക്കിയുള്ളവരെങ്ങനെ ഓരെന്ത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവരങ്ങനെ ഇവരിങ്ങനെ, ഈ ഒരവസ്ഥ. ഇത് 3 നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലായിടത്തും വിജയം ഉണ്ടാവും. വാലമു സൽബുൽ ഇസ്ലാം, ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് എന്താണ്? ഒരാളിൽ നിന്ന് ഇസ്ലാം നഷ്ടപ്പെട്ട പോലാണ്. ഫഖദ് അമന്നഹു മൗലാഹു മിനൽ കുഫ്രി മിൻ ഷർറിൽ മആസി. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തിജാനികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവർക്ക് എന്താവില്ല, കുഫർ സംഭവിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു തെറ്റുകളും അവരെ ആ ഒരു മക്കാമിൽ നിന്ന് അവരെ മാറ്റിക്കളയില്ല. മാത്രമല്ല ഒരു തെറ്റുകളും അവരെ ഈ ഒരു മഹത്വം കിട്ടുന്നതിൽ നിന്ന് അവർ തടയുകയുമില്ല. വമിൻഹും, ഈ ത്വരീഖത്തിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ്, തിജാനികളുടെ മഹത്വത്തിൽപ്പെട്ടതാണ് അന്ന ത്വരീഖത്തുഹു സഫീനത്ത് നൂഹ്. തിജാനി തങ്ങളുടെ തിജാനിയ ത്വരീഖത്ത് എന്താണ്? സഫീനത്ത് നൂഹ് നബീൻ്റെ കപ്പലിനെ പോലെയാണ്. മൻ റഖബഹ നജ, ആരെങ്കിലും അതിൽ കയറിയാൽ അവരൊക്കെ രക്ഷപ്പെടും. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ത്വരീഖത്ത് അത് നൂഹ് നബീൻ്റെ കപ്പൽ പോലെയാണ്. അതിൽ പ്രവേശിച്ച് കയറിയാലൊക്കെ രക്ഷപ്പെടും. ഈ ഒരു ആഖിർ സമാൻ്റെ ഈ ഗഫലത്തിൻ്റെയും അതുപോലെ തന്നെ തെറ്റുകളുടെയും പ്രളയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ശരിക്കും ഇപ്പോഴാണ് പ്രളയം നടക്കുന്നത്, മാനവീയായ പ്രളയം, തെറ്റുകളുടെ പ്രളയം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഗഫലത്തിൻ്റെ പ്രളയം. ഈ പ്രളയത്തിൽ നമ്മളിലേക്ക് അള്ളാഹു അയച്ച ഒരു കപ്പലാണ് ഈ ത്വരീഖത്ത്. അതുകൊണ്ട് ആരെങ്കിലും ഇതിൽ പ്രവേശിച്ചാൽ അവരൊക്കെ രക്ഷപ്പെടും. ആരും പ്രവേശിച്ചില്ലേ അവർക്ക് നഷ്ടക്കാരാവും. എനിക്കാവുന്ന വേണ്ട, ഞാൻ ആ ഉയർന്ന മലൻ്റെ മുകളിൽ കയറിക്കോളാം എന്ന് എല്ലാവരും വിചാരിക്കാം. എനിക്കാവുന്ന വേണ്ട, എൻ്റെ ദിക്ർ മതി, എൻ്റെ സ്വലാത്ത് മതി, എൻ്റെ സംഘടന മതി എന്നൊക്കെ വിചാരിച്ച ഒരാൾ നിന്നുകഴിഞ്ഞാൽ അവരൊന്നും അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല. അവരൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അതേസമയത്ത് ആരെങ്കിലും ഈ ത്വരീഖത്താകുന്ന കപ്പലിൽ പ്രവേശിച്ചാൽ അവരൊക്കെ രക്ഷപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവും. ഒമിൻഹു അന്നല്ലാഹു ഷഫാഹു ഫി അഹ്ലിൽ അശ്രി. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകതയിൽപ്പെട്ടതാണ് അവിടത്തേക്ക് അവിടുത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഷഫാത്ത് ചെയ്യാനുള്ള അധികാരം കൊടുത്തു എന്നത്. വദിയാദത്ത് 20 സനത്തൻ, അതിൻ്റെ കൂടെ അവിടുന്ന് 80 വർഷമാണ് ജീവിച്ചത്. 80 വർഷത്തിന് കൂടെ 20 വർഷം കൂടി കൂട്ടിക്കൊടുത്തു. വഹുവ മിഅത്തൻ ആമിൻ, 100 വർഷമായി. വഹുവ ദാറുൽ ലമാനത്ത് അലൽ ഹഖീഖിയ, അപ്പോൾ അത് ഉറപ്പിൻ്റെ 100 വർഷമാണ്. ആ 100 വർഷത്തിലുള്ള എല്ലാവർക്കും ഷഫാത്ത് ചെയ്യാൻ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. വമിൻഹു അന്നല്ലാഹു ഷഫ കുല്ലി വാഹിദിൻ മിൻ ഔലാദിഹി മിൻ അൽഫി റജുലിൻ വംറാത്തുൻ. അതുപോലെ തന്നെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കൾക്ക് അള്ളാഹു കൊടുത്ത അധികാരത്തിൽപ്പെട്ടതാണ് അവർക്ക് 1,00,000 ആളുകൾക്ക് 1,00,000 ആളുകളെ ഷഫാത്ത് ചെയ്യാനുള്ള അധികാരം കൊടുത്തു എന്നത്. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കൾക്ക് 1,00,000 ആളുകളെ ഷഫാത്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ ശരി. വദമിൻ അല്ലാഹു ലിക്കുല്ലി വാഹിദിൻ മിൻ ഔലാദിഹി ദുക്കൂറൻ വൈനാസൻ ഫതഹുൽ അക്ബർ മുജറദുൽ ബുലൂ. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കൾ അവർ പ്രായപൂർത്തി എത്തിയാൽ തന്നെ അവർക്ക് ഫതഹുൽ അക്ബർ ഉണ്ടാവും എന്നതും സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് നൽകിയ ഉറപ്പാണ്. അത് നിങ്ങളെ മക്കളൊക്കെ അവരെത്ര പഠിച്ചവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും എന്താണെങ്കിലും അവരുടെ ബുലൂഗെത്തുമ്പോൾ
പ്രായപൂർത്തി എത്തുന്ന സമയത്ത് അവർക്ക് ഫത്തുൽ അക്ബർ ഉണ്ടാവും എന്നത് സയ്യിദുൽ വജൂദ് സലദാസങ്ങൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് നൽകിയ ഉറപ്പാണ്. വമിൻഹും ദമാനു ത്വായിഫത്തുൻ അദീമത്തുൻ യഖൂലഹുൽ ഫതഹുൽ അക്ബർ മിൻ ആഖിർ സമാൻ. അതുപോലെ തന്നെ ആഖിർ സമാനിൽ ഒരു കൂട്ടം ഈ തിജാനികളുടെ ഇടയിൽ ഉണ്ടാവും, അവരിൽ ഒരുപാട് പേർക്ക് ഫത്ത് ഉണ്ടാവും എന്നതും അതിൽപ്പെട്ടതാണ്. ആദ്യകാലത്ത് തിജാനികളിൽ ഒരുപാട് പേർക്ക് ഫത്ത് ഉണ്ടായിരുന്നില്ല, കുറഞ്ഞ പേർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ശിഷ്യന്മാരിൽ പിന്നീട് വരാനിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവരിൽ ഒരുപാട് പേർക്ക് ഫത്ത് ഉണ്ടാവും. ആഖിർ സമാനോട് അടുത്ത് നിൽക്കുമ്പോൾ ആണ് അത് സംഭവിക്കുക. അത് ശരിക്ക് ഫൈദൻ്റെ സമൂഹമാണ്. അവരുടെ ഫത്തുവിൻ്റെ അവസ്ഥ എന്താ? അർബഊന അൽഫം മിനൽ ലൈലത്തിൻ, അവരിൽ ഒരു രാത്രി തന്നെ 40,000 ആളുകൾക്ക് ഫത്ത് കിട്ടാവുന്ന അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങളുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. ഒരു രാത്രി തന്നെ 40,000 ആളുകൾക്ക് ഫത്ത് ഉണ്ടാവുക. സലാസൂന അൽഫം മിനൽ റിജാൽ, അവരിൽ 30,000 പേര് പുരുഷന്മാരും വാശറത്ത് ആലാഫി മിനൻ നിസാ, 10,000 പേര് സ്ത്രീകളുമാണ്. അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവുമെന്നത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി ഉറപ്പ് നൽകിയതാണ്. മിൻഹും അൻ കുല്ല വാഹിദും മിൻഹും യുസ്ലൂലി കമാലി തർബിയത്തി ബിഅൻ യുറബ്ബി ഐറഹു. ഈ കൂട്ടത്തിൽപ്പെട്ട ഈ ഫൈദൻ്റെ ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരിൽ ഫത്ഹായ ആളുകൾക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് തർബിയത്തിൻ്റെ തർബിയത്ത് ചെയ്യാൻ അവർക്ക് ആ യാത്രയിലൂടെ കൊണ്ടുപോകാൻ അവർക്ക് അധികാരം ഉണ്ടാവും. അതായത് അവർക്ക് അതിന് സാധിക്കും. ഈ ഫത്ഹ് എത്തിച്ച ആളുകൾക്ക് മറ്റുള്ളവർക്ക് അതിൻ്റെ ഫത്ഹിൻ്റെ വഴികൾ തുറന്നു കൊടുക്കാൻ അവർക്ക് സാധിക്കും. വലോകാന മീനൽ ആമ്മ, അവർ സാധാരണക്കാരനാണെങ്കിൽ പോലും, ഒരു സാധാരണക്കാരനായ ഒരാൾ തിജാനി ഫൈദയിലൂടെ ഫത്ഹ് എത്തിച്ചാൽ അവർക്കും മറ്റുള്ളവർക്ക് ഫത്ഹിൻ്റെ വഴികൾ തുറന്നു കൊടുക്കാൻ പറ്റും, അവർ സാധാരണക്കാരനാണെങ്കിൽ പോലും. അന്ന കുല്ല വാഹിദിൻ മുജറദും മിൻ ഐരിയത്തി, കാരണം ഈ ത്വരീഖത്തിൻ്റെ ആളുകളൊക്കെ തന്നെ അവരെന്ത് ചെയ്യാണ്? അവർ മുജറദും മിൻ ഐരി വൽ ഐരിയത്തി, അവർ മറ്റുള്ളതിൽ നിന്നും മറ്റുള്ളതിനെ കാണുന്നതിൽ നിന്നും, അതായത് അള്ളാഹു അല്ലാത്ത മറ്റുള്ളതിൽ നിന്നും മറ്റുള്ളതിനെ തന്നെ കാണുന്നതിൽ നിന്നും പൂർണ്ണമായും ഒഴിവായവരാണ്. അങ്ങനത്തെ അവസ്ഥയെത്തിച്ചവരാണ് ഫത്ഹ് എത്തുകയും ചെയ്യാം. കാരണം എന്താ? ബിഫിത്രത്തിൽ ഇതിന് ഫി ത്വരീഖ, ഈ ത്വരീഖത്തിന് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള പ്രത്യേകമായ സമ്മതം കൊണ്ടും അതിൻ്റെ ആ ഫിത്രത്ത് കൊണ്ടും. ആരെങ്കിലും ഈ ത്വരീഖത്തിലേക്ക് വന്നാൽ, ത്വരീഖത്തിൻ്റെ ദിക്ർ കൊണ്ടിടന്നാൽ, ഇതിൻ്റെ ഷർത്തുകൾ പാലിച്ചാൽ, ഈ ത്വരീഖത്തിന് ഫിത്രത്തുണ്ട്, ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം കൊണ്ട് അറിയാതെ ആളുകൾ അല്ലല്ലാത്ത മറ്റുള്ളവരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥ ഉണ്ടാവും. അറിയാതെ അവർ അല്ലല്ലാത്തൊരു അസ്തിത്വത്തിനെ കാണാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ഫത്ഹിനെ എളുപ്പമാവുകയും അങ്ങനെ ഫത്ഹ് എത്തിച്ച ആൾക്കാർ അവർ സാധാരണക്കാരാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഫത്ഹിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ലിഅന്ന കുല്ലു വാഹിദിൻ ലാ യുഹിബ്ബു മൻ യന്തസിബു ലിഅയ്രില്ലാഹി മിൻ വിലായത്തിൽ അസ്റാരി വൽ ഇഫാമു ബിൽ അഖലിഹി. കാരണം ഈ കുല്ലു വാഹിദിൻ, അതിൽപ്പെട്ട ഓരോരുത്തരും, ഈ ഫത്ഹ് എത്തിച്ച ആൾക്കാർ ഓരോരുത്തരും ലാ യുഹിബ്ബു മൻ യന്തസിബു ലിഅയ്രില്ലാ, അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടൂല. എന്ത് കാര്യമാണെങ്കിലും അള്ളാഹു അല്ലാത്തതിലേക്ക് ചേർക്കുന്നത് അവർക്ക് ഇഷ്ടാവില്ല. മിൻ വിലായത്തി, ആ വിലായത്തിൻ്റെ ആണെങ്കിലും വല്ല അസ്റാറിലാണെങ്കിലും ഇഫാമു ബി അഖലിഹി, ബുദ്ധി കൊണ്ടുള്ള ചിന്തകളാണെങ്കിലും ശരി. അപ്പോൾ ഇങ്ങനെ ഫത്ഹ് എത്തിച്ച ആൾക്കാർ ആരെങ്കിലും ഇങ്ങനെ എനിക്ക് വിലായത്തിന് ഇന്ന മക്കാമ് ഇന്ന സ്ഥാനമുണ്ട്, ഞാൻ ഈ മക്കാമ് ആഗ്രഹിച്ച് വന്നതാണ്, അങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ എന്താ ഇയാൾ ഇങ്ങനെ പറയുന്നത് തോന്നുമായിരിക്കും. അവർക്ക് ഇഷ്ടാവില്ല അത്. അള്ളാഹു അല്ലാത്തതിലേക്ക് കണക്ട് ചെയ്യുന്ന വിലായത്ത് അവർക്ക് വേണ്ട. അതുപോലെ അള്ളാഹു അല്ലാത്തതിലേക്ക് കണക്ട് ചെയ്യുന്ന അസ്റാറുകൾ അവർക്ക് വേണ്ട. അള്ളാഹു അല്ലാത്തതിലേക്ക് കണക്ട് ചെയ്യുന്ന ബന്ധിപ്പിക്കുന്ന ചിന്തകളും അവർക്ക് വേണ്ട. ഇതൊന്നും അവർക്ക് വേണ്ട എന്നവർ പറയും. ഇതൊക്കെ നിങ്ങൾ എടുത്തു പറയും, നമ്മളതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവർ പറയുന്നൊരവസ്ഥ ഉണ്ടാവും. ലിഅന്നൽ ഫഹ്മലി അഖലി മാ നിസ്ബത്തി നഫ്സിഹി ഐനുൽ ഹലാഖ്. കാരണം അന്നൽ ഫഹ്മ ബിൽ അഖൽ, ബുദ്ധി കൊണ്ടുള്ള ചിന്ത, മാ നിസ്ബത്തി നഫ്സിഹി, അത് അവരുടെ നഫ്സിലേക്ക് ചേർന്നതാണെങ്കിൽ അത് ഐനുൽ ഹലാഖ്, അത് നാശത്തിൻ്റെ സത്തയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചിന്തിച്ച് കുറേ കഥകൾ പറയുന്നവരുണ്ട്. ഇങ്ങനെ കുറേ ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ലാതെ മാരിഫത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയാം, ചിന്തയോടുകൂടെ ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങളും മുഴുവൻ പറയാം. അങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു കണക്ഷനും ഉണ്ടാവില്ല, വെറുതെ എന്തൊക്കെയോ അങ്ങനെ പറയാം. അത് അവരുടെ ചിന്തയിൽ നിന്ന് പറയുന്ന, ഇതിനൊക്കെ അടിസ്ഥാനം ഉണ്ടല്ലേ. അവരുടെ മുഹമ്മദ് മുസ്ലിം തങ്ങൾ പറഞ്ഞത്, ഏതൊരു മാരിഫത്തും എനിക്ക് പരിശുദ്ധമായ ഖുർആൻ നിന്നല്ല, അല്ല ഫാത്തിഹയിൽ നിന്നല്ല എങ്കിൽ ഞാനതൊന്നും സ്വീകരിക്കും, എനിക്ക് ആ മാരിഫത്ത് വേണ്ട. അതുപോലെ മാരിഫത്തിന് അടിസ്ഥാനം ഉണ്ടാവും ഈ ആളുകൾക്ക്. ആ അടിസ്ഥാനം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പഠിപ്പിച്ചത്, ഇബ്രാഹിം നിയാസ് പഠിപ്പിച്ചത്, അതുപോലെ ഷെയ്ഖ് പഠിപ്പിച്ചത്, അതിൻ്റെ രീതികൾ അവർ വെച്ച ബൗണ്ടറികളുണ്ട്. ആ ബൗണ്ടറിൻ്റെ ഉള്ളിലായിക്കൊണ്ട് ഇതിനൊക്കെ സ്വീകരിക്കാൻ പറ്റും.
അല്ലാതെ അവർക്ക് തോന്നുന്നതൊക്കെ അവർ ബുദ്ധിയിലേക്ക് ചേർത്ത് തോന്നുന്നൊക്കെ പറയുന്നത് അവർ സ്വീകരിക്കില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, അതായത് തോന്നുന്നൊക്കെ സ്വന്തം നഫ്സിലേക്ക് ചേർത്തിയിട്ട് എനിക്കിത് അങ്ങനത്തെ ഒരു അവസ്ഥ അനുഭവപ്പെടുന്നു, എനിക്ക് ഈ ചിന്ത ഉണ്ടാവുന്നു, ആ ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണെങ്കിൽ അത് ശരിക്കും ഹലാക്കിൻ്റെ നാശത്തിൻ്റെ തുടക്കമാണ്, നാശത്തിൻ്റെ സത്തയാണത്. അതിനൊന്നും ഇവർ അംഗീകരിക്കില്ല. ഈ കൂട്ട ആൾക്കാർ അങ്ങനത്തെ ബുദ്ധി കൊണ്ടുള്ള കുറേ പരിപാടികളൊന്നും അതിലേക്കൊന്നും അവർ തിരിയില്ല. ഒമിൻഹും ആ കൂട്ടത്തിൽപ്പെട്ട് ഈ തിജാനികൾക്കുള്ള മഹത്വത്തിൽപ്പെട്ടതാണ് അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യജഅലുഹും മിൻ ഫി ഹിജ്റത്തി. സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിജാനികൾ അവിടുത്തെ മടിയിൽ ഇങ്ങനെ ഇരുത്തുന്നുള്ളത്, മടിയിൽ കിടത്തുന്നുള്ളത്. അതായത് തിജാനികൾ അങ്ങനെ മടിയിൽ കിടത്തിയ അവസ്ഥയല്ല, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിലാണ് തിജാനികൾ കിടക്കുക. അങ്ങനത്തെ അവസ്ഥയിലാണ് അവരുണ്ടാവുക. അപ്പോൾ കമാ തജഅലുൽ ഉമ്മത്ത് വലദഹ ഫിഹ, അപ്പോൾ ഉമ്മ അവരെ മടിയിൽ കുട്ടീനെ മടിയിൽ കിടത്തുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടത്തിയിട്ടുണ്ടോ. അക്രമ ഹിജ്രി ഫഖദ് അക്രമ മുഹ്തജിറുഹു, ആ മടിയിൽ കിടത്തിയ ആളെ ആര് ബഹുമാനിച്ചോ അവർ ശരിക്കും ആരാണോ മടിയിൽ കിടത്തി അവരെ ബഹുമാനിച്ചതുപോലെയാണ്. ഇപ്പോൾ കുട്ടീനൊക്കെ ആകുമ്പോൾ നല്ല രൂപത്തിൽ താലോചിച്ചും എടുത്ത് ഉമ്മ വെച്ചു, ചെറിയ എന്തെങ്കിലും ഞോണോ അത് സാരല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മക്ക് എന്ത് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതേപോലെ വമൻ അഹാനഹു ഫഖദ് അഹാന മനിഹ്തജറഹു, ആരെങ്കിലും ആ കുട്ടീനെ വേദനിപ്പിച്ചാൽ, അവന് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അത് ആരാണോ ആ കുട്ടീനെ എടുത്തത് അവരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ പോലെയാണ്. ഫഇൻദ തൽഖീനി യൽഖാ മർത്തബത്തു ഷെയ്ഖ് വല മജീദ അലൈഹ. അതുപോലെ തന്നെ ആരെങ്കിലും ബയ്യത്ത് ചെയ്താൽ, അപ്പോൾ ബയ്യത്ത് ചെയ്യുന്ന സമയത്ത് ഷെയ്ഖുമായിട്ട് ബയ്യത്ത് ചെയ്താൽ അവർ ആ ഷെയ്ഖിൻ്റെ ദർജയിലേക്ക് അവർ ഉയർത്തപ്പെടും. ഷെയ്ഖിൻ്റെ കാറ്റഗറിയിൽ അവരുണ്ടാവും, അതായത് ഷെയ്ഖിൻ്റെ കൂടെയാണ് അവർ എണ്ണപ്പെടുക. അങ്ങനത്തെ കൂട്ടത്തിലുണ്ടാവും. ലിഅന്നഹു ലം ഇജ്തമാഅത്ത് മഊനത്തൻ ജുന്ദില്ലാഹി വലാ വസ്ലത്ത ഖലീലൻ മിൻ മഊനത്തുൽ ഖുതുബുൽ മഖ്തൂം. കാരണം ഷെയ്ഖിൻ്റെ മർത്തബയിലാണല്ലോ അവർ എണ്ണപ്പെടുക. എന്നാൽ ഈ ഖുതുബുൽ മഖ്തൂമായ ഷെയ്ഖവറുകളുടെ അള്ളാഹു കൊടുക്കുന്ന ആത്മീയമായ ഭക്ഷണത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ അള്ളാഹുവിൻ്റെ സൗന്യങ്ങളും ഔലിയാക്കന്മാർ ഒരുമിച്ച് കൂട്ടിയാലും അവർക്ക് ഒരുമിച്ച് കൂടിയാൽ പോലും അതിൻ്റെ ഒരു ചെറിയ അംശത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്കാണ് യഥാർത്ഥത്തിൽ ബയ്യത്ത് ചെയ്യപ്പെടുന്ന തിജാനികൾ ഉയർത്തപ്പെടുക. അവരതിന് കാണണമെന്ന് മാത്രം ഞാൻ ഇങ്ങനത്തെ മഹത്വമുള്ള ആളാണ്, ഇനി അതിൽ കൂട്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർ ബയ്യത്ത് ചെയ്യും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രിയായിട്ട് ആരെങ്കിലും ബയ്യത്ത് ചെയ്ത എന്താ ഒരു ഓത്ത് അവിടെ പൊതിഞ്ഞെടുക്കുമല്ലോ, എടുത്ത് കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ആയില്ലേ, പിന്നെ നാടൻ മനുഷ്യനെ ജീവിക്കാൻ പറ്റില്ല. നമ്മളെ ആൾക്കാർക്ക് ചില ആൾക്കാർ വരും ബയ്യത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബയ്യത്ത് ചെയ്ത് നിബന്ധനയൊക്കെ പാലിച്ച് പിന്നെ എനിക്കൊരു വലിയ സുഖം തോന്നുന്നില്ല, ഞാൻ പോട്ടെ എന്നറിയാം. പിന്നെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എവിടെ പോയാലും അവരെ ഈ ആളുകൾ ഈ ഒരു ഉടമ്പടി എന്താണോ ഒരു നടത്തിയത് അതിനനുസരിച്ച് ആരോ പരിഗണിക്കുള്ളൂ. ഉദാഹരണം പറയാം, ഏതോ നമ്മളൊക്കെ ചില ഔലിയാക്കന്മാർ ജിയാർത്ത് ചെയ്യുന്ന ആൾക്കാരാണെന്ന് കരുതിയാൽ, ഏതൊക്കെ ഉസ്താദ്മാരെ ഔലിയാക്കന്മാർ പിന്നാലെ നടക്കുന്ന ആളാണ്, സംഭവമൊക്കെ ശരി, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് നമ്മൾ തിജാനത്തിലേക്ക് പോകുന്നു, നമ്മളെല്ലാവരും ഒഴിവാക്കി തിജാനത്ത് ബയ്യത്ത് ചെയ്തു, നിബന്ധനകൾക്ക് പാലിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നുക നമുക്കിതൊന്നും വേണ്ട, നമുക്ക് പയ തന്നെ മതി എന്ന് പോയിട്ട് നമ്മൾ അവരുടെ അടുത്തൊക്കെ പോയി അവർ നമ്മൾ ഓടിച്ചു വിടും. കാരണം എന്താ അറിയോ, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ സീല് പതിച്ച ഒരാളെ പിന്നെ വേറെ ആൾ നോക്കൂല, അവർക്ക് പേടിയാവും. കാരണം സയ്യിദ്നാ ശൈഖ് അത്രയും വലിയ ജലാലാണ്. അവരെ സീല് പതിച്ച ഒരാളെ വേറെ ഒരു വലിയ നോക്കൂല. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇവിടുന്ന് പോയാൽ അവർക്ക് അവിടെ ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവില്ല ആ അവസ്ഥയിലേക്ക്. ഒരു ഔലിയാക്കന്മാർ പിന്നാലെ പോകുന്നുണ്ടാവും, ഇവരെ കണ്ടിട്ട് ഔലിയാക്കന്മാർ ഓടുന്നുണ്ടാവും. യഥാർത്ഥ വലിയ ആണെങ്കിൽ അവരൊക്കെ തിരിഞ്ഞു നോക്കാൻ ഔലിയാക്കന്മാർ തയ്യാറാവില്ല. അപ്പോൾ അവർക്ക് ആകെ ഓപ്ഷൻ ഉണ്ടാവും പിന്നെ തിരിച്ചു വരൽ മാത്രം. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ സീല് പതിഞ്ഞ ഒരു ആൾക്ക് പിന്നെ നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ ഇതെനിക്ക് പറ്റില്ല എന്നു ഒഴിവായാൽ രക്ഷപ്പെടുന്നു, അങ്ങനെയൊന്നുമില്ല. ഒഴിവായാൽ പിന്നെ ഓൻ അവിടെ ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവില്ല, ഒരവസ്ഥയില്ലാത്ത പോലെ. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സീൽ എല്ലാവർക്കും പേടിയാണ്, വേറെ ആരും ഒരു വലിയ അത് തൊടൂല. ലിഅന്നഹു ഖലീഫത്ത്, കാരണം ലിഅന്നഹു ഖലീഫത്ത് നബി അലൽ ഇത്ലാഖ്, കാരണം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പരിപൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയാണ്. ഫായിറുൽ അംബിയ യസ്തമിദൂന മിൻഹും, അമ്പിയാക്കളല്ലാത്ത എല്ലാവരും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നാണ് മദദ് സ്വീകരിക്കുന്നത്. വഹുവ യസ്തമിദു മിൻ ദവാത്തിൽ അംബിയ, കാരണം എന്നാൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളാവട്ടെ അമ്പിയാക്കന്മാരുടെ അടുത്ത് നിന്ന് അവിടെ ദാത്തിൽ നിന്നാണ് മദദ് സ്വീകരിക്കുന്നത്. വഹാത്ത് ബിദവാത്തിഹിം മറാത്തിബിഹിം അഖ്ലാഖിഹിം, അവിടുന്ന് അമ്പിയാക്കന്മാരുടെ മുഴുവൻ സത്തകളെയും മുഴുവൻ മർത്തബകളെയും മുഴുവൻ സ്വഭാവങ്ങളെയും എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടിയവരാണ്. ബിഹായുസലായ ദുഹർ മാന ഫി മാനിഹിം വലാ സിറ മിൻഹും ഇല്ലാ ബിവാസിത്തത്തി, എത്രത്തോളം എന്നാൽ അവിടുത്തെ ഇടനില ഇല്ലാതെ, അവിടുത്തെ മധ്യവർത്തിത്വമില്ലാതെ ആ രഹസ്യങ്ങളിൽ നിന്നും ആ ആത്മീയമായ സാരങ്ങളിൽ നിന്നും ഒരാൾക്കും ഒന്നും ലഭിക്കില്ല. അത്രത്തോളം മുഴുവനായി ഉൾക്കൊണ്ടവരാണ് അവർ. വഹുവ സഖരീജുൽ അംബിയ, അവർ അമ്പിയാക്കന്മാരുടെ
സംഭരണിയാണ് അമ്പിയാക്കന്മാർ അവരുടെ രഹസ്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സംഭരണിയുണ്ട്. വെള്ളത്തിൻ്റെ സംഭരണിയില്ലേ, വലിയ നമ്മൾ മലപ്പുറത്തോ അതിലും കൂടെ പോകുമ്പോൾ വലിയ ടാങ്ക് കാണാം. ആ ടാങ്കിൽ കുറേ വെള്ളം സൂക്ഷിച്ച് അങ്ങനെ സംഭരണികളില്ലേ, അതേപോലെ അമ്പിയാക്കന്മാരൊക്കെ രഹസ്യങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന സംഭരണിയാണ് അവർ. തസ്തമിദ്ദുമിൻഹു ഔലിയായ വൽ മലായിക്ക, ഔലിയാക്കന്മാരും മലായിക്കത്തുകളൊക്കെ അതിൽ നിന്നാണ് മദതെടുക്കുന്നത്. വഹു അസുലുൽ വിലായത്തി വയൻബുവാഹ, അവർ വിലായത്തിൻ്റെ അസ്ലാണ്, സത്തയാണ്, അടിസ്ഥാനമാണ്. എംബുഹ അതിൻ്റെ നീരുറവയാണ്. നമ്മൾ റൂഹുൽ അദബിൽ ഇത് പഠിച്ചിട്ടുണ്ട്. ഓഹോ എംബുവ അസുൻ വ എംബുവ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ വിലായത്തിൻ്റെ അടിസ്ഥാനവും അതുപോലെ തന്നെ അതിൻ്റെ നീരുറവയുമാണ്. ആ നീരുറവ എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് അവിടെ. വ കൻസു സിറുൻ വ ദഹീറുഹു, അതുപോലെ തന്നെ ആ വിലായത്തിൻ്റെ രഹസ്യത്തിൻ്റെ ഖജനാവും അതുപോലെ തന്നെ അതിൻ്റെ ശേഖരവുമാണ്. വഹുവ കസ്റത്തുൽ ഉലൂം വൽ മആരിഫ്, അവിടുന്ന് പിന്നെ കൗസറുൽ ഉലൂം മആരിഫ്, ആ ആത്മീയമായ അറിവുകളുടെയും മാരിഫത്തിൻ്റെയും ഹൗദുൽ കൗസറാണ്. അവിടെ നിന്ന് മുക്കിക്കൊടുത്താൽ അല്ലാതെ വേറെ ആർക്കും ഒന്നുമില്ല. അവിടെ അതിൻ്റെ ഹൗദാണ്, ഹൗദുൽ കൗസറാണ്. ലിഅന്നഹു ജറദ മഹദുൽ ഫദ്ലി ഫി ആലമിൽ ഐബി മിൻ ഷുഹൂദി ഐരില്ലാഹി ബിലാ ഖൽവ, കാരണം ആലമിൽ ഐബിൽ വെച്ചിട്ട് മറഞ്ഞ ലോകത്ത് വെച്ച് അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട്, അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ട്, അല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹിനെ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥ അവിടുന്ന് എത്തിച്ചിട്ടുണ്ട്. ബിലാ ഹൽവത്തിന്, ഒരു ഹൽവത്തും ഒന്നും കൂടാതെ ആ ഒരവസ്ഥയിൽ അവിടുന്ന് എത്തിച്ചിട്ടുണ്ട്. ഫലം യസ്തബിഖു അഹദും മിൻ ഇബാദ വലാ ഉബൂദിയ്യ, ഒരാൾക്കും അവരെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെക്കാൾ മുൻകടക്കാൻ ആവൂല ബിൽ ഇബാദത്ത് കൊണ്ട്. പിന്നെ റസൂലുള്ളാഹിക്ക് അമ്പിയാക്കന്മാർക്കും അല്ലാതെ ഒരാൾക്കും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെക്കാളും ഇബാദത്ത് കൊണ്ട് മുൻകടക്കാൻ പറ്റൂല. വലാബിൽ ഉബൂദിയത്ത് അടിമത്ത് കൊണ്ട് മുൻകടക്കാൻ പറ്റൂല. വലാ ഇലാ തമാമിൽ ഹംദി വ ശുക്ർ, അതുപോലെ തന്നെ ഹംദിൻ്റെയും ശുക്റിൻ്റെയും ഒക്കെ അവസ്ഥകളിൽ നിന്ന് അതിൻ്റെ പരിപൂർണയിൽ നിന്നും ആർക്കും അവിടത്തോട് മുൻകടക്കാൻ പറ്റൂല. മാ ആദ ശൈഖഹു അല്ലദീ റബ്ബാഹുല്ലാഹു ഫീ തീനത്തിൻ, ആ അവിടുത്തെ ശൈഖിനല്ലാതെ, അവിടുത്തെ ശൈഖ് ആരാണ്? അള്ളാഹു വളർത്തിയ ആളാണ്. അത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ബാക്കിയൊരാൾക്കും അവരോട് ഇബാദത്തിനേക്കാൾ മുൻകടക്കാൻ പറ്റൂല, ഉൾബൂദിയത്തിനേക്കാൾ മുൻകടക്കാൻ പറ്റൂല, ഹംദുൻ ശുക്റിനേക്കാൾ മുൻകടക്കാൻ പറ്റൂല. ഇതൊക്കെ അവിടുത്തെ മഹത്വമാണ്. ഫഹുവ അഹ്മദുൻ അഫ്അലു തഫ്ദീലി മിനൽ ഹംദി, അവിടുന്ന് അഹമ്മദാണ്. എങ്ങനത്തെ അഹമ്മദ്? ഹംദിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് അഹമ്മദ്. അപ്പോൾ ഹംദിൻ്റെ ഉന്നതമായ അവസ്ഥ എത്തിച്ച ആളാണ്. അക്സറുന്നാസു മിനൽ ഔലിയായ വൽ മലായികത്തി ഹംദൻ വ അസ്ബഖുഹും ഹംദ, എന്നാൽ ഈ ജനങ്ങൾ ഔലിയാക്കന്മാരും മലായികത്തൊക്കെ എത്രത്തോളം അവർ ഹംദ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ മുൻകടന്നവരാണ്. ഹംദിൽ അവരൊക്കെ മുൻകടന്നിട്ടുണ്ട് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. വകുല്ലമൻ അബ്ദുല്ലാഹ്, ആരൊക്കെ അള്ളാഹുവിൻ്റെ അടിമത്തത്തിലായി നിന്നിട്ടുണ്ടോ, ഇന്നമാ അബ്ദുല്ലാഹ ബിമാ ലബിസഹു ഫി ഉബൂദിയത്ത് റളിയല്ലാഹു അൻഹു, ആരൊക്കെ അള്ളാഹുവിൻ്റെ അബ്ദായിട്ട് നിലനിന്നിട്ടുണ്ടോ, ആരൊക്കെ അള്ളാഹിൻ്റെ അടിമയായിട്ട് നിലനിന്നിട്ടുണ്ടോ, അവർ അടിമയായത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉബൂദിയത്തിൻ്റെ വസ്ത്രം അണിഞ്ഞതുകൊണ്ടാണ്. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വസ്ത്രം, ഉബൂദിയത്തിൻ്റെ വസ്ത്രമില്ലായിരുന്നെങ്കിൽ അവർക്കൊന്നും അബുദായി നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. അവരൊക്കെ അബുദായത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉബൂദിയത്തിൻ്റെ വസ്ത്രം അണിഞ്ഞതുകൊണ്ടാണ്. അൽ മുഫാദത്തു അലൈഹി മിൻ ശൈഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനത്തെ വസ്ത്രം? ആ വസ്ത്രം അവരിലേക്ക് എത്തിച്ച് അവിടുത്തെ ശൈഖായ സയ്യിദുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മിൻ റബ്ബിൽ കരീമിർ റഹീം ലഹു ബിഹി ബിലാ സബബ്, അവിടത്തേക്ക് അത് കിട്ടിയതായിരുന്നാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. വമിൻഹു അന്നഹു ജഅലല്ലാഹു റഹ്മത്തൻ ലി ആഖിരി ഉമ്മത്തി, അതിൽ തിജാനികൾക്കും തിജാനി തങ്ങൾക്കും റളിയല്ലാഹു അൻഹു ഒക്കെ അള്ളാഹു കൊടുത്ത മഹത്വത്തിൽപ്പെട്ടതാണ്. അന്നഹു ജഅലല്ലാഹു റഹ്മത്തൻ ലി ആഖിരി ഉമ്മത്തി, ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ റഹ്മത്തായി അവിടുത്തെ അയച്ചു എന്നുള്ളത്. അല്ലദീ ലം യബ്ഖ ഫീഹാ മിനദ്ദീനി ഇല്ലാ റസ്മുഹു വ ഇസ്മുഹു, എങ്ങനത്തെ ഒരു കാലഘട്ടം? ഈ ഒരു കാലഘട്ടത്തിൽ ദീന് അവശേഷിക്കുന്നില്ല അതിൻ്റെ ഒരു രൂപത്തിലും പേരിലും മാത്രമായിട്ടല്ലാതെ. ഇവിടെ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു രൂപം, ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ എന്തൊക്കെയോ കുത്തിമറിയുന്നു, കുറേ വിശപ്പ് സഹിക്കുന്നു, കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അല്ലാതെ കാട്ടിക്കൂട്ടൽ മാത്രമേ ഉള്ളൂ. വൈസ്മു അല്ലെങ്കിൽ അതിൻ്റെ പേര് കൊണ്ട് മാത്രം, പേര് കൊണ്ട് മുസ്ലിമാണ്, പേര് കൊണ്ട് ദീനുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ദീൻ നിന്ന് അവശേഷിക്കുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ്
ഈ ഉമ്മത്തിലേക്ക് റഹ്മത്തായിക്കൊണ്ട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അയക്കുന്നത്. ഫലം യബ്ഖാ മിനൽ ഇൽമി ഇല്ലാ റഖ്മു ഫിൽ കുതുബ്, അറിവുകൾ കിതാബിലുള്ള എഴുത്തുകൾ മാത്രമായി അവശേഷിക്കുന്ന സമയത്ത്, ഹൃദയത്തിലേക്ക് എടുക്കാനോ അറിവിൻ്റെ മുകളിൽ അമല് ചെയ്യാനോ ആരും തയ്യാറാവാത്ത സമയത്ത്, അറിവ് കിതാബിൻ്റെ മുകളിൽ മാത്രം ഒതുങ്ങിയൊരു കാലഘട്ടത്തിൽ, വലാ മിനൽ അമലി ഇല്ല അമലുൻ ഖാലി മിനൽ ഹുദൂരി, അതുപോലെ തന്നെ ആളുകൾ അമൽ ചെയ്യുന്നുണ്ട്, ഇല്ല അമലുൻ ഖാലി മിനൽ ഹുദൂരി, ആ അമലിലൊന്നും എന്തില്ല, അള്ളാഹിനോടുള്ള ശ്രദ്ധ ഒന്നുമില്ല, അള്ളാഹിലേക്കുള്ള ഫോക്കസ് ഒന്നും അമലിൻ്റെ മുകളിലൊന്നുമില്ല. വെറുതെ ഇങ്ങനെ അമൽ ചെയ്യുന്നു, കുറേ നിസ്കരിക്കുന്നു, നോമ്പോക്കുന്നു, പക്ഷേ അതിലൊന്നും ശ്രദ്ധ ഇല്ല, വേറെന്തൊക്കെയോ ആ ശ്രദ്ധ. വഹാലു മിനൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ അതിലൊന്നും ഇഖ്ലാസ് ഇല്ല, അള്ളാഹിന് മാത്രം ഉദ്ദേശിച്ചിട്ടൊന്നല്ല ഈ അമലുകളൊന്നും ചെയ്യുന്നത്, ഇഖ്ലാസ് ഇല്ലാത്ത അമലുകളാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് റഹ്മത്തായിക്കൊണ്ട് സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അയക്കപ്പെടുന്നത്. വഹദ്ദബല്ലാഹു ബിഹി ആഖിറു ഉമ്മത്തി, അങ്ങനെ സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കൊണ്ട് ഈ അവസാന കാലഘട്ടത്തിലെ ഉമ്മത്തിനെ അള്ളാഹു അദബ് പഠിപ്പിച്ചു, പരിശീലനത്തിന് വിധേയമാക്കി. വജഅലു സിറാജൻ ഫീ ദുൽമത്തിൽ ഖുദൂതി മിൻ ഇറാദത്തി വഅരിഹ, അങ്ങനെ സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ അള്ളാഹു വെച്ച ഒരു വലിയ പ്രകാശിക്കുന്നൊരു വെളിച്ചമായിട്ട്. എങ്ങനത്തെ കാലഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ അള്ളാഹു അല്ലാത്ത ചിന്തകൾ, അല്ലാത്ത ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അള്ളാഹു അല്ലാത്ത ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അന്ധകാരത്തിൻ്റെ ലോകത്ത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ അള്ളാഹു തആല ഒരു പ്രകാശമായി വെച്ചു. വസ്ഖത്തല്ലാഹു ബിഹി റഹ്മത്തൻ മിൻഹു ഹിജാബൽ ഇറാദ, അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ആകുന്ന റഹ്മത്ത് കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു, പിന്നെ ഈ ഹിജാബിനെ, ഈ അള്ളാഹു അല്ലാത്ത ചിന്തകളുടെ, അള്ളാഹു അല്ലാത്ത ആഗ്രഹങ്ങളുടെ മറനെ നീക്കിക്കളഞ്ഞു. വലം യബ്ഖാ ബഅദഹു ഇല്ലാ സഫാഉൽ ഉബൂദിയ്യ, അങ്ങനെ അവിടുത്തെ കൊണ്ട് പിന്നെ ബാക്കിയായത് എന്ത് മാത്രമാണ്, ഉബൂദിയത്തിൻ്റെ സത്ത മാത്രമാണ്, സംശുദ്ധമായ ഉബൂദിയത്ത് മാത്രമാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ മറകൾ നീക്കിയപ്പോൾ ആളുകളിൽ പ്രകടമായത്. വദഹറ മിൻഹു മാ അർസത്തുഹുൽ സഹാബ, അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ സഹാബാക്കൾ ഇവിടെ വിത്ത് പാകിയത് വെളിവായി. സഹാബാക്കൾ അവിടെ വിത്ത് പാകിയത് ഇവിടെയാണ് മുളച്ചത്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെയാണ് അത് മുളച്ചു വന്നത്. വഅയ്നാതു അറാജീനു അമലിഹിം, സഹാബത്ത് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉണങ്ങിയ ഈത്തപ്പന കൊലകൾ ഫലം കായ്ക്കാൻ തുടങ്ങി. അത് സഹാബത്ത് തങ്ങളുടെ അമലിൻ്റെ ഫലം ഇപ്പോഴാണ് കായ്ക്കാൻ തുടങ്ങിയത്. അന്ന് സഹാബത്ത് വിത്ത് പാതിയത് ഇപ്പോഴാണ് മുളച്ചത്. സഹാബത്തിൻ്റെ അമലിൻ്റെ ഫലം ഇപ്പോഴാണ് കണ്ടത്. ഫഹുവ മിൻ ജുംലത്തിൽ ഖലാസിഹിം, കാരണം അവിടുന്ന് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ ഇഖ്ലാസിൻ്റെ ഒരു ഭാഗമാണ്. അതായത് സഹാബാക്കളുടെ ഇഖ്ലാസിൻ്റെ ഒരു ഭാഗമാണ്. സമറത്ത് വറാസത്ത് നബീഹിം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിറാസത്തിൻ്റെ അനന്തരാവകാശത്തിൻ്റെ ഒരു ഫലമാണ് അവിടുന്ന്. സഹാബാക്കൾ അനന്തരാവകാശമായി റസൂലുള്ളാഹിൽ നിന്ന് കൈപ്പറ്റിയില്ലേ, അതിൻ്റെ ഫലമാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു. ഫഹു റളിയല്ലാഹു അൻഹു ഇൻകാന മുമിദ്ദൻ ലി സ്വഹാബി വജുൻ ഹാസ്, എന്നാൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ സഹാബാക്കൾക്ക് മദദ് നൽകിയതും. ഇപ്പോൾ വിലായത്തിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ വലിയാണ്. ആദം അലൈഹിസ്സലാം കളിമണ്ണിനും വെള്ളത്തിൻ്റെ ഇടയിലാവുമ്പോൾ സമയത്ത് ഞാൻ വലിയാണെന്ന് പറഞ്ഞാൽ സഹാബാക്കൾക്ക് വിലായത്ത് എവിടുന്നാണ് കിട്ടിയത്? സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഹക്കീക്കത്തിൽ നിന്നാണ്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഹക്കീക്കത്തിൽ നിന്നല്ലാതെ സഹാബാക്കൾക്ക് വരെ വിലായത്ത് കിട്ടൂല. അപ്പോൾ ഹക്കീക്കത്തിൽ സഹാബാക്കൾക്ക് വരെ മദദ് കിട്ടിയത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നാണ്. എന്നാൽ ബാഹ്യമായി സഹാബാക്കളുടെ ഒരു അമലിൻ്റെ ഒരു ഭാഗമാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും. സഹാബാക്കളുടെ നിയ്യത്തിൻ്റെ ഒരു ഭാഗമാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും. സഹാബാക്കളുടെ ഇഖ്ലാസിൻ്റെ ഒരു ഭാഗമാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും ബാഹ്യമായിട്ട്. അതുകൊണ്ട് തന്നെ ബാഹ്യമായിട്ട് അവരെക്കാളൊക്കെ താഴെയാണ്, ഹക്കീക്കത്തൻ അവരുടെയൊക്കെ മേലെയാണ്. ലാകിന്നഹു മിൻ ജുംലത്തി ഹസനത്തിഹിം, പക്ഷേ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ബാഹ്യമായി അവരുടെയൊക്കെ ഹസനാത്തിൻ്റെ, അവരുടെയൊക്കെ അമലുകളുടെ ഒരു ഭാഗമാണ്. കാരണം ഏതൊരാളും ആൾ വേറൊരാളെ കൊണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ ആ ആളുടെ അമലിൻ്റെ ഭാഗമാണ് വരും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു ഷെയ്ഖാനിക്ക് എഴുതിയ കത്തിൽ ഇത് പറയുന്നുണ്ടല്ലോ. ഷെയ്ഖാനി തങ്ങൾക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു. അങ്ങനെ ഷെയ്ഖാനി തങ്ങളുടെ ആ ശിഷ്യൻ വലിയ പ്രശസ്തനായി.
ബഹിഷ്കൃതനായ ശേഷം ഒരു ഇബ്രാഹിം കത്തെഴുതിയിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ എനിക്കൊരു വേറെ ജമാഅത്ത് ഉണ്ടാക്കണം താല്പര്യമുണ്ട്, ഈ ഷെയ്ഖിൽ നിന്ന് മാറിയിട്ട്, ഷെയ്ഖാനി തങ്ങളിൽ നിന്ന് മാറിയിട്ട് എനിക്ക് വേറെ ജമാഅത്ത് ഉണ്ടാക്കണം താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. മൂപ്പർ വലിയ ഖിദ്മത്തൊക്കെ ചെയ്യുന്ന വലിയ ജമാഅത്തൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, എന്നെ സമയത്തോളം നിങ്ങൾ വലിയ ജമാഅത്തുള്ള ആളായിരിക്കും, വലിയ ചാതുര്യമുള്ള ആളായിരിക്കും, ഒരുപാട് ആളുകൾ മഹത്വം കാണുന്ന ഒരാളായിരിക്കും, പക്ഷെ ഒക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ ഷെയ്ഖാനി തങ്ങളുടെ ഒരു അമലാണ്. നിങ്ങളുണ്ടായത് ഷെയ്ഖാനിക്ക് തങ്ങളോട് കൊണ്ടല്ലേ. അപ്പോൾ പിന്നെ നിങ്ങളെ എന്തും എനിക്ക് ഷെയ്ഖാനി തങ്ങളെ അമലായിട്ട് കാണാൻ പറ്റും, അല്ലാതെ നിങ്ങളെ അമലായിട്ട് കാണാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് സമ്മതമില്ല അവിടുന്ന് വേർപിരിയാൻ എന്നൊരു ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ കത്തിൽ ഇത് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ അമലിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അവർ ചെയ്തതുകൊണ്ടല്ലേ സയ്യിദ്നാ ഷെയ്ഖ് ഉണ്ടായത്. ആ അടിസ്ഥാനത്തിൽ അവരുടെ ലാഹിറിലേക്ക് ചേർത്തി പറയും കേട്ടോ. അപ്പോൾ അമലു അസ്ഹാബിഹി, അങ്ങനെ അമലു അസ്ഹാബി യക്തുബു ദിവാനി കുല്ലി വാഹിദി മിന സ്വഹാബ, അങ്ങനെ സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെയും അവരുടെ അസ്ഹാബിങ്ങളുടെയും അവരുടെ മുരീദന്മാരുടെയും മുഴുവൻ അമലുകളും സഹാബാക്കളുടെ അമലിൻ്റെ കൂടെ എഴുതപ്പെടും. ബിദലാലത്തി അലല്ലാഹി ലാ ഐറ, എന്തുകൊണ്ട് ആ അമലുകളൊക്കെ അള്ളാഹുലേക്ക് ചൂണ്ടുന്നതായതുകൊണ്ട്. സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അള്ളാഹിലേക്ക് മാത്രമേ ചൂണ്ടിയിട്ടുള്ളൂ. നമ്മളോടൊക്കെ എന്തുകൊണ്ട് നമുക്ക് ദുനിയാവും ആഖിറൊക്കെ ഗ്യാരണ്ടി നൽകപ്പെട്ടു, എന്തുകൊണ്ട് നമുക്കിതൊന്നും നോക്കണ്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ അള്ളാഹിനെ ആരാധിക്കേണ്ടത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല, അള്ളാഹിൻ്റെ മഹബത്തിന് അള്ളാഹ് കൽപ്പിച്ചു ചെയ്യാന്നുള്ളത് മാത്രം, വേറെ ഒന്നും ഉണ്ടാകരുത്. അതിനുവേണ്ടി ആവണം നമ്മൾ ഇബാദത്തുകൾ, അപ്പോഴേ നമ്മൾ യഥാർത്ഥ തിജാനിയാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അമലുകൾ സഹാബാക്കളുടെ അമലിൻ്റെ കൂട്ടത്തിൽ കൂട്ടപ്പെടുന്നത്. വഹു യദുല്ലു അലല്ലാഹ്, അവരൊക്കെ അള്ളാഹിലേക്ക് ആണ്. സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അള്ളാഹിലേക്കാണ് നമ്മളെ സൂചന നൽകിയത്, അള്ളാഹിലേക്കാണ് നമ്മൾ കൊണ്ടുപോയത്. യുനഫിറു മിമ്മ സിവ, അള്ളാഹു അല്ലാത്ത എല്ലാത്തിൽ നിന്നും നമ്മൾ അകറ്റിക്കളഞ്ഞു. യുബയ്യിനു അന്ന മൻ ശറക അമലഹു ലില്ലാഹി ബി അർദി നഫ്സി മിന ത്വലബി സവാബി യുറദ്ദു അലൈഹി, അതുകൊണ്ട് ആരെങ്കിലും സ്വന്തം നഫ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു സവാബിന് പ്രതീക്ഷിച്ചാൽ, അതായത് ദുനിയാവിലോ ആഖിറത്തിലോ എന്തെങ്കിലും ഒരു ഗുണം ഇതിനെക്കൊണ്ട് ഈ അമൽ കൊണ്ട് കിട്ടണം, ഈ എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ ആ അമൽ അള്ളാഹു സ്വീകരിക്കൂല എന്ന് സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അത് ശിർക്കാണ്, അള്ളാഹിൻ്റെ പങ്കുവെക്കലാണ് എന്ന് സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു. കാരണം അള്ളാഹു നമുക്ക് പ്രതിഫലമൊക്കെ നൽകും, പക്ഷേ അള്ളാഹിൻ്റെ അടുക്കൽ ഇത് പ്രതിഫലം വേണമെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അങ്ങനെ ആ പ്രതിഫലത്തിന് വേണ്ടി മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അള്ളാഹിൻ്റെ മുകളിൽ ശിർക്ക് ചെയ്യുന്നവരെ പോലെയാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു. വാമലുഹു ലി അന്നല്ലാഹു ആനാൻ ശിർക്കി വശുർക്ക, കാരണം അള്ളാഹു താല ശിർക്ക് ചെയ്യുന്നതെന്നൊക്കെ സ്വതന്ത്രനാണ്. ഫഹും ഫിനൂരി ഈമാൻ ലാ യഖിലുഹ, ഈമാൻ്റെ പ്രകാശം കൊണ്ടല്ലാതെ ഇത് മനസ്സിലാവില്ല. മിൻഹും, ഈ മഹത്വത്തിൽപ്പെട്ടതാണ് തിജാനികൾക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്വത്തിൽപ്പെട്ടതാണ് ജല്ല ജലാലു ഫതഹാദ് ദീനി ബിനിയത്തി ഫതഹാദ് ദീനി ബിനബീഹി, ഈ ദീനിൻ്റെ തുടക്കം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടാണ് അള്ളാഹു ചെയ്തത്. അതായത് ദീനിൻ്റെ തുടങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടാണ്. ഖലീഫത്തി ഫി കുല്ലി മംലക്കത്തിൻ, അങ്ങനെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വെച്ചു അള്ളാഹുവിൻ്റെ അധികാരത്തിലുള്ള എല്ലാ അധികാരത്തിലും ഖലീഫയായിട്ട്. അപ്പോൾ അള്ളാഹു താല എല്ലാ സ്ഥലത്തും അള്ളാഹ്ക്ക് എവിടെയൊക്കെ അധികാരമുണ്ടോ ആ അധികാരമുള്ളിടത്തൊക്കെ അള്ളാഹിൻ്റെ ഖലീഫാരാണ് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വഖത്മുഹു ബി ഖലീഫത്തി സയ്യിദിന മൗലാന അഹ്മദ് ബിൻ മുഹമ്മദ് അത്തിജാനി റളിയല്ലാഹു അൻഹു. എന്നാൽ ഈ ദീനിനെ അള്ളാഹു അവസാനിപ്പിച്ചു. ദീനം തുടങ്ങിയത് എവിടുന്ന? സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. എന്നാൽ ദീനിനെ അവസാനിപ്പിച്ച ആരിലാണ്? അവിടുത്തെ ഖലീഫയായ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായ സയ്യിദിന മൗലാന അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അവരിലൂടെ അവരിതിനെ അവസാനിപ്പിച്ചു. ഹാത്തിമുൽ ബഹറുൽ മശീഹത്തി, ഷേഖന്മാരുടെ ലോകത്ത് സാഗരത്തിൻ്റെ ഖത്മാണവർ. ബിഹൈസു ലാ യദ്ഹറു അഹദും മിൻ ദഹരി ബിഹി മിൻ സഫായി ഇല്ലാ ഇദാ കാന മിൻ അത്ബാഇഹി. എത്രത്തോളമാണ് അവിടുന്ന് അതിൻ്റെ ഹത്മായതെന്ന് പറഞ്ഞാൽ അവിടുന്ന് വെളിവായതുപോലെ ആ ഒരു മേഖലയിൽ വേറെ ആർക്കും ആവാൻ പറ്റൂല, അവരെ പിന്തുടരുന്നവർക്കല്ലാതെ. അപ്പോൾ ആ രൂപത്തിൽ അവർക്ക് ആ ഒരു ലോകത്ത്, വിലായത്തിൻ്റെ ലോകത്ത് വെളിവായി അവർ. വമിൻഹും, ഈ തിജാനികൾക്കും സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കും കൊടുത്ത മഹത്വത്തിൽപ്പെട്ടതാണ് അന്നമൻ ജലസഹും യക്തസിബു മിൻഹും തീബത്തുൽ ഇഖ്ലാസ്. ആരെങ്കിലും ആ ഒരു നല്ല തിജാനികളെ കൂടെ ആരെങ്കിലും ഇരുന്നാൽ അവർക്ക് ഇഖ്ലാസിൻ്റെ മണം കിട്ടും എന്നുള്ളത്.
ഇപ്പം നമ്മളൊക്കെ കൂടെ ആരെങ്കിലും ഇരുന്നാൽ അവർക്കൊക്കെ ഇഖ്ലാസിൻ്റെ മണം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ തിജാനികളെ തുറപ്പിക്കുക. അല്ലേ അതിന് ഇഖ്ലാസിൻ്റെ മണമൊന്നും കിട്ടുന്നില്ല, അവർക്ക് ഇഖ്ലാസ് ഇല്ലാണ്ടാവണമെങ്കിൽ നമ്മൾ തിജാനികളാവാനുള്ള ചാൻസ് കൂടുതൽ. നമ്മൾ പരിശോധിച്ചാൽ മതി. അപ്പോൾ യഥാർത്ഥ തിജാനികളാണോ അവർ കൂടെ ഇരുന്നവർക്കൊക്കെ ഇഖ്ലാസിൻ്റെ മണം കിട്ടും. വമിൻഹും അന്നമൻ നസല മിൻ അസ്ഹാബി ഫി മൗദിൻ വഖറ വദീഫത്തു ഫീ. ഇനി അതിൻ്റെ ഈ മഹത്വത്തിൽപ്പെട്ടതാണ് ആരെങ്കിലും വദീഫ ചൊല്ലി ഒരു സ്ഥലത്ത് വെച്ച് ഒരു തിജാനി വദീഫ ചൊല്ലി. അങ്ങനെയാണെങ്കിൽ നസല ബിഹി ഫുഖറാ വഅത്ബാഹു അഹ്ലുൽ ഇസ്മിൽ ഫുഖറാ. അങ്ങനെ ഫുഖറാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്തൊരു ആവശ്യമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരാവുന്ന പിന്തുടർക്കാരെ അവിടെ അള്ളാഹു വെക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്ഥലത്ത് വദീഫ ചൊല്ലിയാൽ, നമ്മൾ ഇഖ്ലാസ് നല്ല തിജാനിയാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് വദീഫ ചൊല്ലിയാൽ, അവിടുന്ന് ദിക്ർ ചൊല്ലിയാൽ, അവിടുന്ന് നമ്മൾ നിസ്കരിച്ചാൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഏരിയൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ അള്ളാഹു അതിലേക്ക് എത്തിക്കും. അതിൻ്റെ ഏരിയയിലുള്ള അടുത്തുള്ള ആൾക്കാർ അതിൻ്റെ ആൾക്കാരെ ഫുഖറാക്കളാണെങ്കിൽ, അള്ളാഹിനെ തേടുന്ന ആൾക്കാരാണെങ്കിൽ അള്ളാഹിനെ തേടുന്ന ആൾക്കാർ അതിലേക്ക് എത്തും. ലിഅന്നഹും തഫക്കറു. കാരണം യഥാർത്ഥത്തിൽ തിജാനികൾ ഫക്കീറന്മാരാണ്, അത് അല്ലല്ലാത്തൊരു ആവശ്യമില്ലാത്ത ആൾക്കാരാണ്. തജറദു മിൻ ഐരി വൽ ഐരിയത്തി. യഥാർത്ഥ തിജാനികളാണെങ്കിൽ അവർ അതല്ലാത്ത എല്ലാ ശ്രദ്ധയിൽ നിന്ന് ഒഴിവായവരാണ്. വൈരിയത്തി, അതല്ലാത്തൊരു അസ്തിത്വം ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്ന പോലില്ല. അങ്ങനത്തെ ആൾക്കാർ വദീഫ ചൊല്ലിയാൽ ആ ഏരിയയിലുള്ള ആൾക്കാർ, അങ്ങനത്തെ ഫുഖറാക്കളുണ്ട്, അവരെ ഹൃദയങ്ങളൊക്കെ അതിലേക്ക് ആകർഷിക്കപ്പെടും. അവരിപ്പം കണ്ട് ചില ആൾക്കാരൊക്കെ സലാത്തുൽ ഫാത്തിഹ ചെല്ലുന്നുണ്ടാവും. ആ ഏരിയയിലുള്ള സലാത്തുൽ ഫാത്തിഹ ചെല്ലുന്ന ആൾക്ക് ഹൃദയം അവരിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ അള്ളാഹു സബബുകൾ റെഡിയാക്കും, അവരായിട്ട് ബന്ധിപ്പിക്കും. കുറേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലാവും അന്ന് നമ്മളവിടെ പോയി ദിക്റിലിരുന്നല്ലോ എന്ന് ഓർക്കുക. കമ്മുലുൽ ഇത്തിറാറഹും. കാരണം അവർക്ക് അള്ളാഹിനെ തൊട്ടുള്ള ആവശ്യകത പരിപൂർണ്ണമാണ്. അതായത് അവർ ദറൂറത്തിലാണ് അള്ളാഹിനെ വിളിക്കുന്നത്. അവർക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ. തിജാനികൾക്ക് അള്ളാഹ് മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടെ ദറൂറത്ത്, അവരുടെ അത്യാവശ്യകത പരിപൂർണ്ണമാണ്. തിജാഉഹും ഇലല്ലാഹ്. അള്ളാഹുവിലേക്കുള്ള അവരുടെ വിശപ്പ് അതും പരിപൂർണ്ണമാണ്. അള്ളാഹിനെ ഒരു വിശക്കുന്ന അവസ്ഥ, അള്ളാഹിനോടുള്ള വിശപ്പ് അവർക്കുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലുള്ളവരാണ്. അക്സറമിനായിരിക്കും, അത് മറ്റുള്ളവരെക്കാളൊക്കെ കൂടുതലാണ്. അവർക്ക് അള്ളാഹുവിനോട് മാത്രം തേടുന്ന അവസ്ഥ അതും പരിപൂർണ്ണമാണ്. അതുപോലെ തന്നെ അള്ളാഹിനെ തൊട്ടുള്ള വിശപ്പ് അവർക്ക് ഭയങ്കര കൂടുതലാണ്. അതും അവർക്ക്. ഇതുകൊണ്ടൊക്കെയാണ് അവരവിടുന്ന് വദീഫ ചൊല്ലിയാൽ അങ്ങനത്തെ വിശപ്പുള്ള ആളുകൾ, അങ്ങനത്തെ തേട്ടുള്ള ആളുകളൊക്കെ അവരിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഇല്ലാമാ കാനമിന റുസൂമത്ത് ത്വരീഖത്ത് സാനിയ, റോസായ ത്വരീഖത്ത് സാനിയ. എന്നാൽ രണ്ടാമത്തെ ത്വരീഖത്തിൻ്റെ ആൾക്കാർ അവർ വരണമെന്നില്ല. രണ്ടാമത്തെ ത്വരീഖത്തിൻ്റെ ആൾക്കാരെന്താ നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. നമ്മൾ ഇറാൻ്റെ തന്നെ ആദ്യ സമയത്ത് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ത്വരീഖത്ത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സഹാബാക്കളുടെ ത്വരീഖത്ത് ഇതല്ല. സഹാബാക്കളുടെ ത്വരീഖത്ത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പഠിപ്പിച്ച ത്വരീഖത്തിൻ്റെ രൂപത്തിലാണ്. എന്നാൽ പിന്നീട് സഹാബാക്കളിൽ നിന്ന് കഴിഞ്ഞ് താബിങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹിജ്റ 4-ാം നൂറ്റാണ്ടിന് ശേഷം ആളുകൾ അള്ളാഹുവിൽ നിന്ന് മറന്ന അവസ്ഥയിലായപ്പോൾ അവർ കുറേ ഇബാദത്ത് ചെയ്യിപ്പിക്കുന്ന, റിയാദകൾ വീട്ടിപ്പിക്കുന്ന ഒരു രീതി കൊണ്ടുവന്നു പിന്നീട് മശായിഖന്മാർ. എന്തിനു വേണ്ടിയിട്ട്? അവർ അള്ളാഹിലേക്ക് ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ പോയി ലാസ്റ്റ് അവർ ഈ ഒന്നാമത്തെ വഴി മറന്നുപോയി. വെറും ആൾക്കാരിങ്ങനെ കുറേ കറാമത്ത് കാണിക്കലും, കുറേ അത്ഭുതങ്ങൾ കാണിക്കലും, കുറേ മറിഞ്ഞ കാര്യങ്ങൾ നേടലും, ഇങ്ങനത്തെ പരിപാടികൾ മാത്രമേ അള്ളാഹിനെ മറന്നുപോയി. അങ്ങനത്തെ ത്വരീഖത്താർ കുറേയുണ്ട്. പേര് ത്വരീഖത്ത് നിന്നായിരിക്കും, പക്ഷേ അവർ അല്ലാത്ത കാര്യങ്ങളെ തേടുണ്ടാവുള്ളൂ. അള്ളാഹിനവർക്ക് വേണ്ട, അല്ലാത്ത ബാക്കി കുറേ കാര്യങ്ങൾക്കായിരിക്കും അവർക്ക് പ്രാധാന്യം. അപ്പോൾ അങ്ങനത്തെ ത്വരീഖത്താർ അവിടെ ഏരിയ ഉണ്ടെങ്കിലൊന്നും ഒരു ഇതിൽ അട്രാക്റ്റഡ് ആവില്ല. ഇപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് അതിൻ്റെ ഏറ്റവും വലിയ ശൈഖ് ഉണ്ടാവും, പക്ഷെ ഇവിടെ നമ്മൾ വദീഫല്ലുകൊണ്ട് ആ ശൈഖ് നമ്മളിലേക്ക് അട്രാക്റ്റ് ആവുന്നില്ല. കാരണം ഒരാ ത്വരീഖത്ത് രണ്ടാമത്തെ ത്വരീഖത്തിൻ്റെ ആൾക്കാരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹിനെ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു കള്ളുടിയനായിരിക്കും. നമുക്കറിയാനുണ്ടാവില്ല ആ കള്ളുടിയൻ ആഗ്രഹം ഉണ്ടാവും. അല്ലാത്ത വേറെ ആരെയും ആഗ്രഹിക്കാത്ത അവസ്ഥയിലായിരിക്കും കള്ളുടിയൻ ഉണ്ടാവുക. അവൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ കള്ളുടിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവർ ഉള്ളിൽ ആ തേട്ടുണ്ടാവും. അങ്ങനത്തെ അവസ്ഥയിലാണോ ആ കള്ളുടിയൻ ഇതിലേക്ക് വരും. വേറൊരാൾ ഒരു വിചാരിയായ ആളാണ്, അവർക്ക് ഈ തേട്ട ഹൃദയത്തിലുണ്ടോ, അവരും ഇതിലേക്ക് വരും. എന്നാൽ വലിയ പള്ളിയിലെ ഉസ്താദിന് പള്ളിയിൽ പോയിട്ട് നമ്മൾ ദിക്റിൽ ഉണ്ടാവും, വദീഫലി ഉണ്ടാവും. പള്ളിയിൽ ഇമാമ് ചിലപ്പോൾ ഈ വൈക്ക് തിരിഞ്ഞു നോക്കില്ല, അത് ഇമാമിൻ്റെയൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പം അതേപോലെ ഫൈനഹുമിൻ അഹ്ലിൽ ഊല ബാദ വസൂലിഹിം. എന്നാൽ ഈ രണ്ടാമത്തെ ത്വരീഖത്തിൻ്റെ ആൾക്കാരുണ്ടല്ലോ, ഈ റിയാദകളും മുജാഹദുകളും ഒക്കെ നടത്തുന്ന ആൾക്കാർ, അവർ അള്ളാഹുവിൽ എത്തിച്ചേർന്നാൽ അവർ ഒന്നാമത്തെ ആൾക്കാരുണ്ടാവും. കാരണം അവർക്ക് അള്ളാഹിലേക്കുള്ള വഴി എളുപ്പമാണെങ്കിൽ രണ്ടാമത്തെ നിന്ന് ഒന്നാമത്തിലേക്ക് കടക്കണം. ഇത് നമ്മൾ ഇറാൻ്റെ തുടക്കകാല സമയത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ആളുകൾ ഈ രണ്ടാമത്തെ ത്വരീഖത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ മുറബിയാക്കന്മാർ വന്ന് അവരോട് പറയുന്ന നീ അള്ളാഹിനെ അറിയണോ, നിങ്ങൾക്ക് ഒന്നാമത്തെ വഴിയിലേക്ക് വരണം, ഇതാണ് വഴി എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും.
ആദ്യം തബറുക്കിൽ നിന്ന് അവർ തർബീയത്തിലേക്ക് അവരെ നീക്കം ചെയ്യും. ഈ തബറുക്കിൻ്റെ പരിപാടി നിർക്കുക, ഇനി തർബീയത്തിലേക്ക് വരണമെന്ന് പറയും. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാരെ വരുള്ളൂ. അപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഫത്ഹ് ഉണ്ടാവും, അവർ അള്ളാഹിൽ എത്തിച്ചേരും. അവർ എത്തിച്ചേർന്നാൽ അവർ മുമ്പ് രണ്ടാമത്തെ ത്വരീഖത്തിൻ്റെയും തബറുക്കിൻ്റെ ത്വരീഖത്തിൻ്റെയും വഴിയിലായിരുന്നാൽ പോലും അവർക്ക് ഒന്നാമത്തെ ത്വരീഖത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടാവും. അവർക്കും ഈ ഒരു വഴി എളുപ്പമാവും. കുല്ലമൻ വസല ഹദ്റത്തുൽ ഹഖ് വഹുവ മിൻ അഹ്ലിൽ ഉല, ആ ഹക്കിൻ്റെ മാർഗം, ഹക്കിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവരൊക്കെ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ വഴിക്കാരാണ്. ഒന്നാമത്തെ വഴിക്കാരൊക്കെ ഹക്കിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുള്ളൂ. യൗമുഹു മയമുഹു വയൗമു അഹ്ലഹ, അവരൊക്കെ തന്നെ ഈ ഒന്നാമത്തെ ത്വരീഖത്തിൻ്റെ ആളുകൾക്ക് എന്തൊക്കെ കിട്ടണം അതൊക്കെ ഇവർക്കും കിട്ടും. അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കണം. ഒമിൻഹു അൻ ഷെയ്ഖും അല ഹഖീഖത്തി, അതുപോലെ തന്നെ തിജാനികൾക്കും ഷെയ്ഖുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്ത മഹത്വത്തിൽപ്പെട്ടതാണ് അന്ന ഷെയ്ഖുഹും അലൽ ഹഖീഖത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷെയ്ഖുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെയും തിജാനികളുടെയും യഥാർത്ഥത്തിലുള്ള ഷെയ്ഖ് അത് ആരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹഖീഖത്ത്, അവിടുത്തെ ഹഖീഖത്തുൽ മുഹമ്മദിയാണ്, വിശ്വാസങ്ങൾ ഹഖീഖത്തുൽ മുഹമ്മദിയാണ് അവരുടെ ഷെയ്ഖ്. ഷെയ്ഖു നായിബുൻ അൻഹു, എന്നാൽ സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിൻ്റെ ഒരു മന്ത്രി മാത്രമാണ്. അതിനെ എന്താ പറയുക, നായിബിന് എന്താ ഇപ്പോൾ മലയാളം പറയാൻ എനിക്ക് മനസ്സിലായില്ല, ഒരു പ്രതിനിധി മാത്രമാണ്, അങ്ങനെ പറയാം, അവരുടെ പ്രതിനിധി മാത്രമാണ്. വഹുവ മുഖദ്ദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജമീൽ ആരിഫീൻ മിൻ അത്ബാഇഹി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിന്തുടരുന്ന എല്ലാ ആരിഫീങ്ങൾക്കും അവിടുന്ന് മുഖദ്ദമാണ്, അങ്ങനത്തെ അവസ്ഥയിലുള്ള ഒരു നായിബാണ്. ഫമാ മിൻ വാഹിദിൻ മിൻ അത്ബാഇഹി ഇല്ലാ വലഹു ബാഉൻ അദീമുൻ ഫിൽ മഅരിഫത്തി ബില്ലാഹ്. അതുകൊണ്ട് തന്നെ സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ പിന്തുടരുന്ന ആളുകളിൽ ആരുമില്ല, യഥാർത്ഥത്തിൽ പിന്തുടരുന്നവരുടെ ആരുമില്ല അവർക്ക് മാരിഫത്തിൻ്റെ വലിയ ഷെയർ ഇല്ലാതെ. അപ്പോൾ എല്ലാവർക്കും, അവർ പിന്തുടരുന്ന എല്ലാവർക്കും, അവർ എത്ര മോശപ്പെട്ടവരാണെങ്കിൽ പോലും അവർക്കൊക്കെ മാരിഫത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് നൽകപ്പെടും. വലാസിയമ ഇൻ ആന ഫിക്റഹു ഈമാനൻ വമഹബത്തൻ ഫീമാ സത്തർന ഫി കിതാബിന സൂഖുൽ അസ്റാർ ഇലാ ഹദ്റത്തു ഷാഹിദുൽ സത്താർ. അങ്ങനെ ഈ മഹാനവകളുടെ ഷെയ്ഖ് ഹസൻ ബാക്കലി തങ്ങളുടെ സൂഖുൽ അസ്റാറിലെ ഹദ്റത്തു ഷാഹിദുൽ സത്താർ എന്നുള്ള കിതാബ് പരിശോധിച്ചാൽ ഈ വിഷയത്തെ, കിതാബിനെ ഈമാനോടും മഹബത്തോടും കൂടി പരിശോധിച്ചാൽ ഈ കാര്യത്തെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു. ഫൈന ഫീ ഉനിയത്തുൽ കുല്ലി ലബീബിൻ മുറാദുൻ ലഹു റിദാ, ഇതിൻ്റെ അള്ളാഹിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് അതിലെ എമ്പാടും മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. ജസാക്കല്ലാഹു ഖൈർ.